അപ്പൊ ആ അടുത്ത് വരുന്നതോറും എനിക്ക് ആ എനർജി ലെവല് മനസ്സിലാക്കാൻ ഞാൻ പെട്ടെന്ന് എഴുന്നേറ്റ് താഴെ ഇറങ്ങി നമസ്കരിച്ചു. ഡോക്ടറാണ് എന്നോട് പറഞ്ഞത്, നീ തിരഞ്ഞെടുത്തിരിക്കുന്ന ഒരു അഘോറിയാണ്. ടുമാറോ ബൈ മോർണിംഗ് ബൈ 9 o'clock I shall become. Please wait. മാതൃഭൂമി പത്രത്തിൽ 1930-ലോ 35-ലൊക്കെ വന്ന ന്യൂസുകളൊക്കെ ഈ ശ്രീധർ സാബിയുടെ ആശ്രമത്തിലുണ്ട്. അതിൽ കടലിൽ നിന്ന് ഫിഷർമാർക്ക് വലയിൽ കിട്ടിയതാണ് മേത്തൊക്കെ ചിപ്പി വന്നു പറഞ്ഞ് ഒരു ഒരു ചണ്ടി മാതിരി ഒരാളെ ഇതാണ് യോഗിയാണ്. നമ്മുടെ മോഹൻലാൽ എന്ന് പറഞ്ഞ ഫേമസ് നടന്റെ, കാരണം ഒരു കാലെടുത്ത് വെച്ചാൽ നമ്മൾ ഏതെങ്കിലും അഗാധമായി 5000-6000 താഴെയുള്ള പൊക്കയിലേക്കോ പോവാ. ഒരു അടി രണ്ടടിയോ വേണം നടക്കാനുള്ള ഇതില്ല. കൂടുതലുള്ളവരൊക്കെ ഇതുമാതിരി തെറ്റിപ്പിരിഞ്ഞു പോയി. അപ്പൊ ആ നേരത്ത് can you imagine ഒരു ലൈറ്റും തെളിച്ചുകൊണ്ട് ഒരാൾ മുമ്പിൽ നടന്ന് പോകുന്നു. നമസ്കാരം, സത്യവിജയത്തിലേക്ക് സ്വാഗതം. നമ്മൾ സാറിന്റെ ഏറ്റവും പുതിയ പുസ്തകമായ നക്ഷത്രങ്ങളെ സാക്ഷി എന്നുള്ള പുസ്തകത്തെ പറ്റിയിട്ടാണ് സംസാരിച്ചുകൊണ്ടിരുന്നത്. നമ്മൾ അതിന്റെ ഒരു എപ്പിസോഡ് ചെയ്തു. ഇനി അതിന്റെ തുടർച്ച എന്നോണമാണ് നമ്മൾ ഈ ഒരു എപ്പിസോഡിലേക്ക് വരുന്നത്. പ്രശസ്ത എഴുത്തുകാരനായിട്ടുള്ള MK രാമചന്ദ്രൻ സാറാണ് നമ്മുടെ കൂടെ ഉള്ളത്. അപ്പോൾ അതിലെ നമുക്ക് പുസ്തകത്തിലെ പറ്റിയിട്ട് കുറച്ച് കൂടുതൽ സംസാരിക്കാം. അതിന് കുറച്ച് ചോദ്യങ്ങൾ പ്രിപ്പയർ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അത് സാറിനോട് ചോദിച്ച് നമുക്ക് അതിലേക്ക് കടക്കാം. അപ്പോൾ സാറിന്റെ ബുക്ക് ഞാൻ മുഴുവനായിട്ടും വായിച്ചിരുന്നു. വളരെ രസകരമായ ഒരു ഇതാണ്. അത്ര സാറിന്റെ സാധാരണ ബുക്കുകളെ വെച്ച് നോക്കുമ്പോൾ പേജുകൾ ഇത്തിരി കുറവാണെന്ന് മാറ്റി നിർത്തി കഴിഞ്ഞാൽ മനോഹരമായ ഭാഷയും നമ്മൾ എവിടേക്കോ കണ്ടുമറന്ന കഥാപാത്രങ്ങളും എല്ലാം അതിൽ വരികയും പോവുകയും ചെയ്യുന്നതൊക്കെ എല്ലാം കാണാനായിട്ട് സാധിക്കുന്നുണ്ട്. അതിൽ ഞാൻ സാറിന്റെ മുൻപ് എഴുതിയ ബുക്കുകളും ഇതും കൂടിയൊക്കെ ചേർത്ത് വെച്ച് കുറച്ച് കാര്യങ്ങളാണ് ചോദിക്കാൻ ഉദ്ദേശിക്കുന്നത്. ബുക്കിന്റെ കഥാപാത്രങ്ങളെ പറ്റിയിട്ടും കൂടുതൽ വിവരിക്കാതെ പ്രേക്ഷകരുടെ ആ ഒരു ബുക്ക് വായിക്കുമ്പോൾ രസത്തെ ഞാൻ കെടുത്തുന്നില്ല. അതിലെ പഞ്ചാരനാണി എന്ന് പറഞ്ഞിട്ട് ഒരു ക്യാരക്ടറുണ്ട്. പഞ്ചാരനാണി ഇതേപോലെ രാത്രി സെക്കൻഡ് ഷോ കഴിഞ്ഞ് വരുന്ന സമയത്ത് ക്ഷേത്രത്തിൽ നമ്മുടെ കഥാനായകനായിട്ടുള്ള സന്യാസി അവിടെ നിൽക്കുമ്പോൾ കണ്ണുകൾ ജ്വലിക്കുന്നതായിട്ട് സാറ് എഴുതിയിട്ടുണ്ട്. അപ്പൊ അത് സാറിന്റെ അതിനു മുമ്പ് എഴുതിയ ബുക്കുകളുടെ ഇത് വെച്ച് നോക്കുമ്പോൾ അത് ആ യോഗയുടെ അദ്ദേഹത്തിന്റെ യോഗശക്തിയുടെ ബലം കൊണ്ട് അങ്ങനെ കണ്ണുകൾ ജ്വലിക്കുന്നതായിട്ടാണോ, അതാണോ സാർ അവിടെ വീണ്ടും അവിടെ ഉപയോഗിച്ചത്, ആ ഒരു സന്ദർഭത്തിൽ ഉപയോഗിച്ചത്? അതെ, അതായത് യോഗസിദ്ധി നേടിയ യോഗീശ്വരന്മാർക്ക് അവർക്ക് അവരുടെ കണ്ണുകളെ ഇതേമാതിരി ജ്വലിപ്പിക്കാൻ സാധിക്കും. ഇതിന് പ്രമാണ വേദങ്ങളിൽ പറയുന്നുണ്ട്, സമാധിവേദ പ്രഭവന്തി. ആത്മാവിനെ ഇണക്കിയെടുക്കാൻ കഴിയുള്ള യോഗിമാര്, അതാണ് ആത്മേശ്വരാണാം ഈ ജാതുവിഘ്നം എന്ന് പറയുന്നത്. അവർക്ക് ഇതിനൊന്നും വിഘ്നമില്ല. കാരണം ഇംഗ്ലീഷിൽ പറയുകയാണെങ്കിൽ ട്രാൻസെൻഡന്റൽ ഫോം ഓഫ് മെഡിറ്റേഷനില് എത്തിച്ചേർന്ന ഒരു യോഗിക്ക് ഇതുമാതിരി ചെയ്യാൻ സാധിക്കും. അപ്പോ ഈ ജയകൃഷ്ണൻ എന്ന് പറഞ്ഞ നമ്മുടെ ബുക്കിലെ കഥാപാത്രം യോഗസിദ്ധി നേടിയ ആളെന്നുള്ള നിലയ്ക്കാണ് നമ്മൾ അതിൽ ഇൻട്രൊഡ്യൂസ് ചെയ്തേക്കുന്നത്. അതുകൊണ്ടാണ് ആ പഞ്ചാരനാണിക്കും കൂട്ടുകാർക്കും അങ്ങനെ ഒരു വിഷൻ ഉണ്ടാവാനുള്ള കാരണമാണ്. ഓക്കെ, സാറിന്റെ അനുഭവത്തിൽ അങ്ങനെ സാർ നേരിട്ട് അങ്ങനെ ജ്വലിക്കുന്ന കണ്ണുകൾ കണ്ടിട്ടുള്ള അനുഭവങ്ങൾ ഉണ്ടല്ലോ? ഹിമാലയൻ റേഞ്ചുകളുടെ ഇഷ്ടം പോലെ ഞാൻ കണ്ടിട്ടുണ്ട്. നമ്മള് ബദ്രിനാഥ്, കേദാർനാഥ്, യമുനോത്രി അങ്ങനെ ചെല്ലുന്ന സ്ഥലത്തൊന്നും ഇത്തരം യോഗീശ്വരന്മാരെ കണ്ടിട്ടില്ല. അത് ഇപ്പം ഗംഗോത്രി ഗ്ലേഷ്യറിന് പിന്നീട് ഗോമുഖത്തിൽ പോയി ഗോമുഖന്ന് ദീർഘദൂരം നടന്ന് അന്ന് വൈകുന്നേരത്തോടുകൂടി എത്തുന്ന ഒരു ഗുഹയിൽ എത്തിച്ചേരുന്ന സമയത്ത് സംഭവം രണ്ടാമത്തെ ബുക്കിൽ പറഞ്ഞിട്ടുണ്ട്. അത് അത്തരത്തിലുള്ള യോഗീശ്വരന്മാരെ അവിടെ കണ്ടുമുട്ടിയതായിട്ട് ഞാൻ ഇത്തരം കണ്ടില് എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ട്. അപ്പൊ ഇത്തരത്തിലുള്ള യോഗീശ്വരന്മാരുടെ
അധിവാസ കേന്ദ്രങ്ങളൊക്കെ ഡീപ്പ് ഹിമാലയത്തിലാണ്. വെരി റയർലി അവര് പുറത്തേക്ക് വരുള്ളൂ. മേ ബി കുംഭമേള അതില് നിരവധി യോഗീശ്വരന്മാരും. അങ്ങനെ ഒരു സെറ്റിന്റെ കൂടെയാണ് ഞാൻ കുംഭമേളയ്ക്ക് ജോയിൻ ചെയ്തത്. അപ്പൊ അല്ലാതെ നമ്മള് കാശിയിൽ ചെന്നോ, കാശിയിലൊക്കെ അപൂർവമായിട്ട് വരുള്ളൂ. എന്തെങ്കിലും ഒക്കേഷൻ ഉണ്ടെങ്കിൽ, അങ്ങനെ എന്തെങ്കിലും കാര്യങ്ങളുണ്ടെങ്കിൽ മാത്രമേ വരുള്ളൂ. അപ്പൊ അത് കാരണം തന്നെ, പക്ഷെ സാധാരണക്കാർക്ക് കണ്ടുമുട്ടിയാൽ തന്നെ ഇവരെ തിരിച്ചറിയാൻ പറ്റില്ല. ആ കണ്ണിന്റെയും രൂപത്തിന്റെയും ഒക്കെ അതൊരു പ്രത്യേക ലെവലിലായിരിക്കും. നമ്മൾ ഈ ചിത്രങ്ങളൊക്കെ കണ്ടില്ലേ, ദേവീദേവന്മാരുടെ ചിത്രങ്ങളൊക്കെ വരയ്ക്കുമ്പോൾ ഈ ഓറ ചുറ്റും കൊടുക്കും ആർട്ടിസ്റ്റുകൾ. അതേമാതിരിയാണ്. അതിപ്പോ ഒരു 2 ഇഞ്ച് 3 ഇഞ്ച് 4 ഇഞ്ച് 5 ഇഞ്ച് 6 ഇഞ്ച് വരെയൊക്കെ ഓറ എക്സ്പാൻഡ് ചെയ്ത് നിൽക്കുന്ന യോഗീശ്വരന്മാരുണ്ട്. അപ്പൊ ശരിക്കും ആ ഒരു ഈവൻ ജീസസ് ക്രൈസ്റ്റിനെ കാണുമ്പോൾ തന്നെ നമുക്ക് ആ ഒരു ചിത്രത്തിൽ കാണാതെ ഒരു ഓറ മാതിരി ഉണ്ടാവുന്നതാണ്. അത് ഇതുമാതിരി യോഗസിദ്ധി നേടിയവർക്കൊക്കെ അവരുടെ കഴിവുകൊണ്ടാണ് അത് അങ്ങനെ വരുന്നത്. സാറ് തന്നെ സാറിന്റെ യാത്രകളില് ഈ മഹാഭാരതത്തിന്റെ കയ്യെഴുത്ത് പ്രതി സൂക്ഷിച്ചിട്ടുള്ള ഒരു യോഗിനിയുടെ ഒരു അമ്മയുടെ അടുത്ത് പോകുമ്പോൾ അവരും ഇതേപോലെ സാറിനെ കാണിച്ചു തന്നിട്ടുണ്ട് ആ യോഗയുടെ ഇതിൽ ശരീരം ജ്വലിക്കുന്നതായിട്ട്. അതൊന്ന് വിവരിക്കാമോ? ആ ഒരു സന്ദർഭം ഉണ്ടായത് കാക്കി എന്ന യോഗിനി അമ്മയെ കണ്ടപ്പോഴാണ്. ഒരു ദിവസം അവരുടെ കൂടെ സ്റ്റേ ചെയ്ത് ഒരു രാത്രി അവരുടെ കൂടെ ഫുഡ് കഴിച്ച് ഒരുപാട് അനുഭവങ്ങൾ അവിടെ ഇരുന്ന് ഞങ്ങൾ പറയുന്നതൊക്കെ ആ ബുക്കില് ആദികൈലാസ് യാത്രയില് എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ട്. അപ്പൊ അന്ന് ഞാൻ ഇത്ര ഉള്ളൊരു അവസ്ഥയിൽ എത്തിയിട്ടില്ല. എങ്കിലും തുടക്കകാലം എന്നുള്ള നിലയ്ക്ക് എനിക്കിത് അറിയായിരുന്നു. അതുകൊണ്ട് ഞാൻ ചോദിച്ചു, ഇങ്ങനെ ഈ ബോഡി ഞാൻ ഇല്യൂമിനേറ്റഡ് ആക്കുന്ന ആ സംവിധാനം ചോദിച്ചപ്പോഴാണ് അവരത് കാണിച്ചു തന്നത്. അങ്ങനെ റൂമൊക്കെ ഇരുട്ടാക്കി കർട്ടനെ കിട്ടും. അങ്ങനെ അവരാ യോഗ സിദ്ധിയിലേക്ക് ഇരുന്നു. ഒരു 1/2 മണിക്കൂർ കഴിഞ്ഞപ്പോൾ ആ ഇരിക്കുന്ന സ്ഥലത്ത് ഇവരുടെ രൂപം തെളിഞ്ഞു വന്നു തുടങ്ങി. അതെല്ലാം വിസ്തരിച്ച് ഡീറ്റെയിൽ ആയിട്ട് എഴുതിയിട്ടുണ്ട് ആ ആദികൈലാസ് യാത്രയിൽ. അതിന്റെ ഇംഗ്ലീഷ് പരിഭാഷ പെൻഗ്വിൻകാര് ഇറക്കിയപ്പോ അവരും ഇത് വളരെ ആശ്ചര്യജനകമായിട്ടുള്ള ഒരു സംഭവമായിട്ട് അവര് പറയുന്നുണ്ടായി. അതെ സാർ, ഈ ബുക്കിൽ അതേപോലെ വളരെ എന്താ പറയുന്ന ഒരു കാര്യം പറഞ്ഞിട്ടുള്ളത് ഈ ശ്വാസോച്ഛ്വാസവും അതുപോലെ ആയുർദൈർഘ്യവും തമ്മിലുള്ള ഒരു ബന്ധത്തെ പറ്റിയിട്ട് സാർ എഴുതിയിട്ടുണ്ട്. നമ്മുടെ എത്രത്തോളം ഒരു മിനിറ്റിൽ എത്രത്തോളം ശ്വാസം എടുക്കുന്നു എന്നുള്ളതിനനുസരിച്ച് നമ്മുടെ ആയുസ്സും അതുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു എന്നുള്ളതിനെ പറ്റിയിട്ട് സാറ് ബുക്കിൽ എഴുതിയിട്ടുണ്ട്. അപ്പം ആ ഒരു അതിന്റെ പുറകിലുള്ള ആ ഒരു സയൻസിനെ പറ്റിയിട്ട് സാർ ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്യാമോ? സാർ ബുക്കിൽ ഇത് എഴുതിയിട്ടുണ്ട് എങ്കിലും നമ്മളിത് കേട്ടുകൊണ്ടിരിക്കുന്നവർക്ക് വേണ്ടിയിട്ട് ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്യാമോ? അതായത് ശ്വാസ നിയന്ത്രണമാണ് യോഗയുടെ ഫിസിക്കൽ എക്സസൈസില് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു വിഷയമാണ് ശ്വാസ നിയന്ത്രണം. ശ്വാസോച്ഛ്വാസത്തിനെ നമ്മള് വെറുതെ ശ്വാസം വലിച്ചു വിടുന്നു. അപ്പൊ അതുകൊണ്ട് നമ്മുടെ ലെൻസിന് എക്സ്പാൻഷൻ കുറവാണ്. അതിന് ഒരു ബലൂൺമാരി അതിന് ഉള്ളിൽ വീർക്കണമെങ്കിൽ നമ്മൾ ഡീപ്പായിട്ട് ഇൻഹേൽ ചെയ്യണം, ഡീപ്പായിട്ട് തന്നെ പുറത്തേക്ക് വിടും വേണം. അപ്പൊ അതിനൊക്കെ സമയങ്ങളുണ്ട്. ഇത്ര സമയം വലിച്ചെടുക്കുക, ഇൻഹേൽ ചെയ്യുക, ഇത്ര സമയം ഹോൾഡ് ചെയ്യുക, ദെൻ ഇത്ര സമയം അതിനെ ഡിസ്പേഴ്സ് ചെയ്യുക. ഇതൊക്കെ ആ പ്രാക്ടീസില് വരുന്നത്. യോഗയുടെ ഞാൻ കഴിഞ്ഞ എപ്പിസോഡിൽ പറഞ്ഞ മാതിരി ഇന്നിപ്പോ കേരളത്തിലോ അല്ലെങ്കിൽ മറ്റുള്ളവരൊക്കെ പറയുന്ന മാതിരി അല്ല ക്രിയായോഗശാസ്ത്രം. അതതിന്റെ ഫിസിക്കൽ എക്സസൈസ് ആണ്. അതിൽ പെട്ടതാണ് ഇത് ഈ പൂരകം, കുംഭകം, രേചകം. അതുകൊണ്ട് ഞാൻ അതിലെ എപ്പിസോഡിൽ ഞാൻ പറഞ്ഞു, ഫിസിക്കൽ എക്സസൈസ് ചെയ്യുന്നോണ്ട്
ഗുണങ്ങൾ പോകും. പക്ഷെ ക്രിയായോഗം പഠിക്കാൻ പോകണമെന്ന് പറഞ്ഞിട്ട് അങ്ങനെ പ്രചരണം കൊടുക്കണേല അതിനെ ഞാൻ തെറ്റണമെന്ന് പറഞ്ഞു. ഇത് ആരോഗ്യമുള്ളൊരു ബോഡിക്ക് ഏറ്റവും അപ്പൊ നമ്മൾ എന്ത് ചെയ്താൽ ഗ്രാജുവലി ഇത് ചെയ്തു വരുമ്പോൾ ഇൻഡസ്റ്റൈൻ്റെ ഭാഗം ചുരുങ്ങും, തന്നെയല്ല ചെസ്റ്റ് വികസിക്കും. അപ്പൊ അത് അവിടെ ഉണ്ടാകുന്ന ഓരോ ഡെവലപ്മെന്റുകളും നമ്മുടെ ഹാർട്ടിനും ഒക്കെ ഗുണമാണ്. പമ്പിങ് അതിന്റെ പെർഫെക്റ്റ് തമ്പി നടക്കും. അതുമാതിരി തന്നെ അപ്പൊ രക്ത ഓട്ടം സുഗമമാവും. BP എന്ന് പറഞ്ഞാൽ അങ്ങനെയുള്ള സാധനങ്ങളൊന്നും ഉണ്ടാവില്ല. അപ്പൊ അങ്ങനെ ഗുണങ്ങള് ഒരുപാട് അതിനുണ്ട്. അപ്പൊ ഈ ശ്വാസകോശത്തിനെ നമ്മള് വെറുതെ അതിന് യോഗ ക്ലാസ്സിലൊന്നും പോണ്ട. കാലത്ത് കുളി കഴിഞ്ഞ് കഴിപ്പോട്ട് തിരിഞ്ഞ് നിന്നിട്ട് വേണം അത് ചെയ്യാൻ. ആസ് മച്ച് ആസ് യു ഇൻഹേൽ, ഹോൾഡ് ചെയ്യാം ഒരു 10 സെക്കൻഡ് വരെ ആദ്യം, പിന്നെ 15 സെക്കൻഡ് ആക്കാം, പിന്നെ 20 സെക്കൻഡ്, അങ്ങനെ കൂട്ടി കൊണ്ടുപോയാൽ മതി. അപ്പൊ അത് എന്നിട്ട് അതിനെ വലിച്ചെടുത്ത മാതിരി തന്നെ ഇപ്പൊ നമ്മളൊരു ബലൂണില് എയർ അടിച്ച് വീർപ്പിക്കുന്ന മാതിരി, എന്നിട്ട് അതിനെ മെല്ലെ തുറന്നു വിട്ട് കഴിഞ്ഞാൽ ബലൂൺ ലൂസ്ഡാവും. അതേമാതിരി തന്നെ അപ്പൊ ലങ്സ് നമ്മുടെ ഈ ശരീരത്തില് ഏറ്റവും അധികം ശ്രദ്ധിക്കേണ്ട ഓർഗൻസ് ഒന്നാണ് ലങ്സ്. പലർക്കും അതിന്റെ ഉപയോഗം പോലും അത്ര ക്ലിയർ ആയിട്ട് അറിയില്ല. ആരും പക്ഷെ യോഗ ക്ലാസ്സിൽ യോഗ ഫിസിക്കൽ എക്സസൈസിൽ ഇതുണ്ട്. അപ്പൊ അതുകൊണ്ട് ഞാൻ യോഗ പഠിക്കാൻ പോകുന്നതുകൊണ്ട് ഞാൻ കുറ്റം പറഞ്ഞതല്ല. They are not coming to the deep exercise of yoga. അതാണ് പഠിക്കേണ്ടത്. ഇത് പഠിച്ചു കഴിഞ്ഞിട്ട് then next go to that. ഇതാണ് ശരിക്കും വേണ്ടത്. അപ്പൊ ഞാൻ ഒന്നുകൂടി സ്ട്രെസ് ചെയ്ത് പറഞ്ഞുതരാം. ഈ ശ്വാസകോശങ്ങൾ ഇതേമാതിരി ഫുൾ എയർ എടുത്ത് ടൈറ്റ് ഫുള്ളാക്കി നിർത്തി ഹോൾഡ് ചെയ്യണം. ഹോൾഡ് ചെയ്യുമ്പോൾ ശ്വാസം പാടില്ല. ഹോൾഡ് ചെയ്യാന്ന് പറഞ്ഞാൽ കൈകൊണ്ടാക്കാണ്ട് തന്നെ നമുക്ക് ഹോൾഡ് ചെയ്യാൻ പറ്റും. അതല്ലെങ്കിൽ ഇങ്ങനെ ബ്ലോക്ക് ചെയ്യണം. ദെൻ എങ്ങനെയാണോ നമ്മൾ ഇൻഹേൽ ചെയ്ത് അതേമാതിരി തന്നെ അതിനെ പുറത്തേക്ക് വരണം. അത് ഒരു 10-30 പ്രാവശ്യം ചെയ്തു കഴിഞ്ഞാൽ ഈ ബ്രെയിനിലേക്കുള്ള രക്തോട്ടം പുറത്തേക്കും. ബാക്കി സകല സ്ഥലക്കുള്ള രക്തചംക്രമണം സ്റ്റെബിലൈസ്ഡ് ആവും. ഈവൻ ചെറിയൊരു ടിഷ്യൂല് വരെ ഇതെത്തും. അപ്പൊ നമ്മൾ വലിച്ചെടുക്കുന്നത് ഓക്സിജനാണ്. ആ ഓക്സിജൻ അതിനെയാണ് നമ്മൾ ഹോൾഡ് ചെയ്യുന്നത്. then അതിനെ നിശ്വാസം കളയുന്നു. അപ്പൊ ഇതൊക്കെ അതിന്റെ ഫിസിക്കലായിട്ടുള്ള എക്സസൈസുകളിൽ പെട്ടതാണ്. ഇങ്ങനെ നിരവധി ഫിസിക്കൽ എക്സസൈസുകളൊക്കെ പഠിച്ചു കഴിഞ്ഞ് എന്നിട്ട് വേണം യഥാർത്ഥ യോഗ ടീച്ചിങ്ങിലേക്ക് വരാൻ. അതുകൊണ്ട് ഞാൻ ഫസ്റ്റ് ശ്ലോകം ചൊല്ലിയത് ആത്മേശ്വരാണാം വിഗ്രഹവും സമാധി വേദപ്രഭോഭവന്തി. സമാധി അവസ്ഥയിലെത്താൻ വേണ്ടിയുള്ള തയ്യാറെടുപ്പാണ്. നിങ്ങൾക്ക് എപ്പോ വേണമെങ്കിൽ സമാധി അവസ്ഥയിലേക്ക് വരാം. വിത്തിൻ മിനിറ്റ്സ് അതിനുണരുകയും ചെയ്യും. ഇതൊക്കെ നമ്മുടെ ഭൂമിയില് പലപ്പോഴും പല രീതികളിലും നടന്നിട്ടുണ്ട്. ജീസസ് ക്രൈസ്റ്റിനെ ഞാൻ വീണ്ടും കോട്ട് ചെയ്യാനുള്ള കാരണം ഇതൊക്കെ ഹിമാലയൻ റേഞ്ചുകളിൽ നിന്ന് തന്നെയാണ് അങ്ങേരെ അഭ്യസിച്ചതെന്ന് അദ്ദേഹത്തിന്റെ ചരിത്ര ഗവേഷകരെ രേഖപ്പെടുത്തിയിട്ടുണ്ട്. കാരണം ഒരു 5-8 വയസ്സ് കഴിഞ്ഞപ്പോൾ പിന്നെ അങ്ങനെ ജനിച്ച തെരുവിൽ നിന്ന് അപ്രത്യക്ഷനാകണം ചെയ്യും. പിന്നെ ഒരു 29-30 വയസ്സിലാണ് തിരിച്ചു വരുന്നത്. അപ്പോ അതിന്റെ ഇടയിലെ ഹിമാലയ യോഗിമാരായിട്ട് കാശ്മീരിലൊക്കെ വെച്ചാൽ അദ്ദേഹം കാശ്മീരിൽ ഒരു കുടീരണ്ട് ഇതിന്റെ പേരിലുള്ളത്. അപ്പോ ആ അവസ്ഥയെന്ന് ഫുള്ളായിട്ട് അദ്ദേഹം അതിനെത്തി കഴിഞ്ഞതിന് ശേഷമാണ് ബെത്ലഹേമിലെ അദ്ദേഹത്തിന്റെ ജന്മനാട്ടിൽ പിന്നെ വരുന്നത്. അപ്പൊ അതുമാതിരി തന്നെ ഇവര് ബോഡി അങ്ങനെ വധിക്കുന്ന അതൊക്കെ വന്നപ്പോഴും അദ്ദേഹം അതിൽ നിന്നൊക്കെ രക്ഷപ്പെട്ട് ബോഡി മാത്രമേ അവർക്ക്
എന്തെങ്കിലുമൊക്കെ ചെയ്യാൻ കിട്ടിയുള്ളൂ. പക്ഷെ അതിനു മുമ്പ് തന്നെ അദ്ദേഹം ആത്മാവ് അപ്പൊ അദ്ദേഹം പിന്നെയും പറഞ്ഞത് ആത്മേശ്വരാണി ജാതു വിഗ്രഹവും സമാധി ഭേദപ്രഭോന്തി. അപ്പൊ പിന്നീട് കല്ലറയിൽ നിന്ന് ഉയർത്തെഴുന്നേൽക്കാൻ ഇടവന്നതും ഈ സിദ്ധികളാണ്. അപ്പോ സാധാരണക്കാരനായ ഒരു മനുഷ്യൻ ഈശ്വരന്റെ അനുഗ്രഹം കൊണ്ട് സകല രീതിയിലുള്ള അവൈലബിൾ ആയിട്ടുള്ള എല്ലാ തിയറികളും പഠിച്ച് ഹൃദയസ്ഥാക്കി അത് പ്രാക്ടിക്കലായിട്ട് കാണിച്ചു കൊടുക്കുകയാണ്. ഇപ്പൊ നമ്മുടെയൊക്കെ മഹാഭാരതം അതിലൊക്കെ ഇതൊക്കെ നടക്കുന്നു പറയുമ്പോൾ ഇറ്റ്സ് നോ മോർ ദാൻ 5000 years ബിഫോർ ആണ്. അപ്പൊ ഇതാണ് നമ്മൾ കോപ്പി ചെയ്യേണ്ടത്. മനസ്സിലായി? അതുകൊണ്ടാണ് ഈ ഭഗവത്ഗീതയൊക്കെ സ്ഥിരം വായിക്കണം എന്നൊക്കെ പറയും. അതിൽ ഈ ഉപദേശങ്ങളുണ്ട്. അദ്വേഷ്ടാഹർവഭൂതാനാം മൈത്രാ കരുണ ഏവാച്ച നിർമ്മമോ നിരഹങ്കാര സമദുഃഖ സുഖക്ഷമീ സമശത്രൗ ച മിത്രേ ച തഥാമാനവമാനയോ ശീതോഷ്ണസുഖദുഃഖേഷു സമസംഗ വിവർജിത. ഇതിൽ കൂടുതൽ വ്യക്തമായിട്ട് എന്ത് മെസ്സേജാണ് നമുക്ക് കിട്ടാനുള്ളത്? ഒരു ഒരു എയർ കണ്ടീഷന്റെ മാതിരിയാണ്. അതാണ് ശീതോഷ്ണ. ആ വാക്കിന്റെ അകത്ത് നോക്കും. അതായത് തണുപ്പ് കാലത്ത് ചൂടുകാലത്ത് നമ്മൾ എങ്ങനെ അതിൽ നിന്ന് മോചനം നേടുന്നു, അതേമാതിരി അപ്പം ദേഹത്തിനെ അതനുസരിച്ച് ആക്കി തീർക്കാനുള്ള സംവിധാനം. അതുകൊണ്ടാണ് ഈ -30-40 തണുപ്പിലൊക്കെ ഹിമാലയത്തിലെ യോഗീശ്വരന്മാർക്ക് ഒരു ഷോള് മാത്രമേ ഞാൻ കണ്ടിട്ടുള്ളൂ. ഇത് ധരിച്ച് നടക്കാൻ അവർക്ക് സാധിക്കുന്നത് ഇതുകൊണ്ടാണ്. നമ്മളൊക്കെ ഒരു 5 ലെയർ ഇട്ട് കഴിഞ്ഞിട്ടും ഇറ്റ് ഈസ് ഫിവറിങ്. അവർക്കൊരു ഷോൾ മാത്രമേ ഉള്ളൂ. അതാണ് ഞാൻ ഭഗവത്ഗീതയിലെ ഈ ശ്ലോകം കോട്ട് ചെയ്യാൻ കാരണം. ഇതൊക്കെ നമുക്ക് അവൈലബിൾ ആണ്, ഇറ്റ് ഈസ് റീച്ചബിൾ ആണ്, പഠിക്കാം. പക്ഷെ ഒന്ന് കഴിഞ്ഞ എപ്പിസോഡിൽ പറഞ്ഞ മാതിരി പലരും എന്നെ ലോക്കലായിട്ട് വിളിച്ചിരുന്നു ഇവിടുന്ന്. അത് പറഞ്ഞത് ശരിയാണ്. കാരണം ക്രിയായോഗം പഠിക്കാന്ന് പറഞ്ഞിട്ട് കൊണ്ടുപോയി പഠിപ്പിക്കുന്നത്. അപ്പൊ വിളിച്ചവരൊക്കെ പറഞ്ഞ് ഞങ്ങൾ പോകുന്നുണ്ട്, മാസം 6,000-7,000 രൂപ ഫീസ് കൊടുക്കുന്നുണ്ട്. പക്ഷെ അപ്പൊ ഞാൻ പറഞ്ഞതുകൊണ്ട് ദോഷമില്ല. ഇറ്റ് ഈസ് ഗുഡ് ഫോർ യുവർ ഹെൽത്ത്. ഒരു അസുഖം ഉണ്ടാവില്ല. വെറുതെ ഡോക്ടർമാരുടെ അടുത്ത് പോയി കൺസൾട്ട് ചെയ്ത് കാശ് കൊടുക്കാൻ നിൽക്കണ്ടാകും. നിങ്ങൾക്ക് ആരെങ്കിലും ഒരു ബോഡി ഉണ്ടാക്കാൻ പറ്റില്ല അറ്റ്ലീസ്റ്റ്. സോ യു കണ്ടിന്യൂ ഇറ്റ് എന്നങ്ങനെയാണ് ഞാൻ പറഞ്ഞുകൊടുക്കുന്നത്. പക്ഷേ അതൊരിക്കലും ക്രിയായോഗം എന്ന് പറഞ്ഞിട്ട് പഠിപ്പിക്കരുത്. അത് തെറ്റാണ്. സാർ പറഞ്ഞിട്ടുള്ളതുപോലെ മഹാവതാർ ബാബാജി എല്ലാം ഇത്രയും വർഷങ്ങളായിട്ട് ജീവിച്ചിരിക്കുന്നു എന്ന് പറയുന്നത് ഈ ക്രിയായോഗത്തിന്റെയും അതുപോലെ ഈ ശ്വാസം ക്രമീകരിക്കുന്നതിന്റെയൊക്കെ ഗുണം കൊണ്ടാണ് അല്ലേ? അതെ, അതായത് പക്കാ യോഗ്യായി മാറാണ് ചെയ്യുന്നത്. ഈ ബാബാജി രാമനാഥരാജന്റെ ജീവചരിത്രവും കാര്യങ്ങളും പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഒരുപാട് ബെനിഫിറ്റ് ചെയ്യുന്നുണ്ടാകാൻ പറ്റും. ഞാനിത് സ്ഥിരം കൊണ്ട് നടക്കുന്നുണ്ട്. എവിടെ പോകുമ്പോഴും അങ്ങനെ പോകുമ്പോഴും എന്റെ പോക്കറ്റിൽ ഉണ്ടാവും. ട്രാവലിംഗ് മലയാണോ മറ്റൊരുത്താണോ നമുക്കെടുക്കും. അതെന്തെന്നാൽ അതുള്ളത് ബലമാണ്. ഇപ്പോ ഒറ്റപ്പെട്ട ചില ഏരിയയിലൊക്കെ ഹിമാലയത്തിൽ എത്തിക്കൊടുക്കുമ്പോൾ അർദ്ധരാത്രിയോ നമ്മൾ ഡെസ്റ്റിനേഷനിൽ എത്താൻ പറ്റാത്തൊരവസ്ഥയോ, കാരണം കുറെ ഡിലേ ഒക്കെ വന്നിട്ടുണ്ടാവും യാത്രയിൽ. അങ്ങനെ വരുമ്പോഴും whenever you have this in your pocket, ഇതൊരു ആത്മബലമാണ്. ഞാൻ പറക്കപ്പെട്ട് 2, 3, 4, 5 പ്രാവശ്യം പോയിട്ടുണ്ട്. പറക്കപ്പെട്ടാന്ന് തമിഴ്നാട്ടിലാണ്, ചിദംബരം അടുത്ത്. അവിടെയാണ് അദ്ദേഹം 5 വയസ്സായുള്ളൊരു ബോയായിട്ട് ചേർന്നത്. അവിടെ ഒരു കാര്യം കൊണ്ട് ഞാൻ പറഞ്ഞുതരാം. ഇപ്പൊ അദ്ദേഹത്തിന് ബാബാജിക്ക് ലോകം മുഴുവൻ ആരാധകരുണ്ട്. എങ്ങനെ എത്ര മണി വേണമെങ്കിൽ തേക്കാൻ എടുക്കാൻ പറ്റും. അത്ര കോടികൾ വേണമെങ്കിൽ ചെലവഴിക്കാൻ തയ്യാറാണ് ജനങ്ങൾ. ഐ മീൻ those who have sufficient funds in hand. അപ്പോ ആ പറങ്കിപ്പേട്ടയിലുള്ള ആ ഒരു 15 സെന്റ് സ്ഥലത്ത്
ഒരു മൾട്ടിനാഷണൽ യോഗ സെന്റർ സ്ഥാപിക്കാൻ വേണ്ടി ഡോക്ടർ രാമയ്യ എന്ന് പറഞ്ഞ ഒരു ഫിസിഷ്യൻ, അദ്ദേഹത്തിന്റെ നേതൃത്വത്തിൽ അവരൊക്കെ ഫോളോവേഴ്സ് ഉണ്ട്, അവർ ഫണ്ട് കളക്ട് ചെയ്യാൻ തീരുമാനിച്ച ബ്രോഷറൊക്കെ സാങ്ഷനും കാര്യങ്ങളൊക്കെ കേന്ദ്ര ഗവൺമെന്റിന് ഡോക്ടർ കരൺ സിംഗ് ചെയ്തു കൊടുക്കണം പറഞ്ഞു. അന്നത് കാലത്താണ്. അപ്പൊ ഫണ്ട് എന്ന് വെച്ചാൽ ഓരോ സ്ഥലത്തു നിന്നും യൂറോപ്പിൽ നിന്നും ലാറ്റിൻ അമേരിക്കൻ ഇവിടുന്നൊക്കെ വരുന്ന ഓഫറുകൾ കേട്ടാൽ തന്നെ നമ്മൾ അന്തമായിട്ട് പോകും. പക്ഷെ അന്ന് രാത്രി ഈ ഡോക്ടർ രാമയ്യക്ക് ഈ ദർശനം ഉണ്ടായി. 12 മണി നേരത്ത് ദർശനം ഉണ്ടായി. ഈ ഡോക്ടർ രാമയ്യ എന്ന് പറഞ്ഞാൽ വെറും ഡോക്ടറല്ല, MBBS കഴിഞ്ഞ MD കഴിഞ്ഞ ആളാ, ഫിസിഷ്യനാണ്. എന്നിട്ട് അദ്ദേഹത്തിന് ക്ലിയർ ആയിട്ടുള്ള നിർദ്ദേശം കൊടുത്തു. ഒരു കെട്ടിടം ഒന്നോ നത്തിങ്, അവിടെ ഒന്നും വേണ്ട. അവിടെ ഇപ്പൊ ഉള്ളത് എന്താ വെച്ചാൽ അത് മാത്രം മതി. അവിടെ ചെറിയൊരു ഈ അദ്ദേഹം ഇരുന്ന ആ സ്ഥലത്ത് മണ്ഡപം, ചെറിയത്, പിന്നെ ഒരു യോഗ ചെയ്യുന്നവർക്ക് ചെയ്യാൻ വേണ്ടി ഒരു ഷെഡ്റൂം, ഇത്രയേ ഉള്ളൂ. ഇതിനെയാണ് 10-15 നിലയുള്ള മൾട്ടി സ്റ്റോറികള് ബിൽഡിംഗ് ആക്കി മാറ്റി. അപ്പൊ അതെന്താ വെച്ചാൽ അതൊരു മണി മീറ്റിംഗ് ലെവലിലേക്ക് പോകും. അതുകൊണ്ട് അത് കടന്നു. ആ ഡൊണേറ്റ് ചെയ്തവർക്കൊക്കെ പൈസ തിരിച്ചു കൊടുക്കാൻ. അപ്പൊ ഞാൻ പറഞ്ഞു വന്നത്, ഇത് നമുക്ക് ഞാൻ അവിടെ പോയി കണ്ട് ഇതൊക്കെ ആയ കാരണമാണ് ഇങ്ങനെ ഡീറ്റെയിൽ ആയിട്ടുള്ള വിവരങ്ങൾ അന്വേഷിച്ചത്. അന്നൊക്കെ ഞാൻ പറങ്കിപ്പേട്ടയ്ക്ക് പോയി എത്തി വരുമ്പോ ഇവിടേക്ക് ചിദംബരത്ത് നിന്ന് ഇങ്ങോട്ട് വാഹന ഗതാഗതമില്ല, ഈ കാളവണ്ടിക്ക് പോകുള്ളൂ. അപ്പൊ അത് നടന്ന് ഒരു 20-22 കിലോമീറ്റർ നടന്ന് ചോദിച്ചറിഞ്ഞ് അങ്ങനെയാണ് അന്നൊക്കെ പോയത്. അപ്പൊ ഞാൻ പറഞ്ഞു വന്നത്, ഇപ്പോഴത്തെ ആശ്രമക്കാരെങ്ങനെയെങ്കിൽ നമ്മുടെ കൺമുമ്പിൽ കാണാം മൾട്ടി സ്റ്റോറി ബിൽഡിങ്, മൾട്ടി സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റല്, എന്നിട്ട് അതിന് മണി മീറ്റിംഗ് ബിസിനസ്സുമാരി പേഷ്യൻസിന്റെ ആൾക്കാരെ പണം വീണാക്കാം. അപ്പൊ ഇതൊക്കെ ഫ്രീ ആയിട്ട് ചെയ്തു കൊടുക്കേണ്ടതാണ്. കാരണം ഇതൊന്നും ഈ പ്രിറ്റൻഡഡ് യോഗീസും യോഗിമാരൊന്നും അവർ വീടിന് കൊണ്ടുവന്നപ്പോഴൊന്നല്ലാതെ മണി ഫ്രം ദ പബ്ലിക്, അല്ലെങ്കിൽ ഇങ്ങനെ വരും ഇവരൊക്കെ. അപ്പൊ ഇത് കേരളത്തിലും തമിഴ്നാട്ടിലൊക്കെ ഇതൊരു ബിസിനസ് ആയി മാറി. തമിഴ്നാട്ടിലെ ഈ ബിസിനസ്സിനെ, അതുകൊണ്ടാണ് ബാബാജി ഈ പ്രധാന ശിഷ്യന്മാരിൽപ്പെട്ട ഒരാളാണ് അങ്ങേക്ക് രാമയ്യക്ക് ദർശനം നൽകി എന്നിട്ട് അത് സ്റ്റോപ്പ് ചെയ്യിച്ചു. അന്ന് ജയലളിത കയ്യില് കുറെ ഫണ്ട് ഉണ്ടാക്കാൻ വേണ്ടി സാങ്ഷനും കാര്യങ്ങളും ഒക്കെ അവരുടെ കാലത്ത് ചെയ്യാന്നൊക്കെ ഒന്നും വേണ്ട. എപ്പോഴും അവിടെ പുൽത്തകടി ഒരു 15-20 സെന്റ് സ്ഥലമുണ്ട്, ചെറിയൊരു ഉണ്ട്, ചെറിയ റൂഫിയുണ്ട്. ആ പുൽത്തകടി ഒക്കെ അങ്ങനെ കിട്ടാണ്. അപ്പോ മണി മീറ്റിംഗ് ബിസിനസ് ആക്കുന്നവർക്ക് ഇത് 20 30 എത്ര മണി നിലയാക്കായിരുന്നു. യോഗ സെന്റർ, യോഗ പ്രാക്ടീസ്, അങ്ങനെ പലത്. അപ്പൊ അതൊക്കെ മണി മീറ്റിംഗ് ബിസിനസ് ആയിട്ട് മാറും. അപ്പൊ ഇതാണ് ഇന്ന് ഇവിടെ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇതെന്നാണ് കേരള ജനത, മലയാളികൾ അല്ലെങ്കിൽ തമിഴ്നാട്ടുകാരൊക്കെ മുക്തി നേടുന്നത്. വായിക്കുക, യു റീഡ്, മനസ്സിലായി. അതിനോട് കണക്ഷൻ ആയിട്ടുള്ള ഗ്രന്ഥങ്ങളുണ്ട്, മനസ്സിലായി. എനിക്ക് ഐ വാസ് സോ ഹർട്ട്. കാരണം ഗൾഫിലുള്ളൊരു ഞാൻ കഴിഞ്ഞ ദിവസം പറഞ്ഞതുകൊണ്ട് ഒരു പേരൻസ് MD സീറ്റിന് കൊടുത്ത് 1.5 കോടിയുണ്ട്. അത് ashamed of, you should be ashamed of. മനസ്സിലായില്ലേ? അപ്പൊ ഇത് എന്തുകൊണ്ട് നമ്മൾ കേരളീയർ ബുദ്ധിമാന്മാരാണ്, ഇന്റലക്ച്വൽ എക്സ്പാൻഷനുള്ളവരാണ്. അപ്പൊ ഇവർക്കൊക്കെ ഈ രീതിയിലുള്ള കഴിവും കാര്യങ്ങളും ഉള്ളവരുണ്ട്. വൈ ദീസ് പീപ്പിൾ ആർ നോട്ട് തിങ്കിങ് അബൌട്ട് ദാറ്റ്? മനസ്സിലായി? നിങ്ങൾക്ക് നിങ്ങളുടെ ലൊക്കാലിറ്റിയിലുള്ള ഒരു ക്ഷേത്രത്തിന് ഡൊണേഷൻ ചോദിച്ച ഒരാളും റെഡിയല്ല. ദേ ആർ നോട്ട് റെഡി ടു പേ. ഭിക്ഷ ചോദിക്കുന്ന മാതിരി അതിന്റെ സംഘാടകർ ഒന്ന് ചോദിച്ചാലും ദേ ആർ നോട്ട് റെസ്പോണ്ടിങ്. എന്നിട്ടോ ഈ ഫ്രോഡുകളായിട്ടുള്ള ഇതുമാതിരിയുള്ള ആൾക്കാരുടെ ആസ്വദ ഉണ്ടാകാനും വലിയ ഉണ്ടാകാനും അതിനൊക്കെ ലിബറലി ദീസ് പീപ്പിൾ ആർ കമ്മിറ്റി. അപ്പൊ ബുദ്ധിജിയില് കേരളക്കാര് മുമ്പിലാണ്, തമിഴ്നാട്ടുകാരെയൊക്കെ അപേക്ഷിച്ച് നോക്കുമ്പോൾ ഫാർ അഹെഡാണ് നമ്മൾ. ബട്ട് ദേ ആർ നോട്ട് കമ്മിങ് ടു ദ പോയിന്റ്. മനസ്സിലായി? അതാണ് നമ്മൾ അറിഞ്ഞിരിക്കുന്നത്.
ഒരുപക്ഷെ എനിക്ക് തോന്നുന്നു എൻ്റെ ഈ 7 ബുക്കുകൾക്കും ഇത്രയധികം പ്രചാരം കിട്ടാനുള്ള കാരണം ഇതിലെ ഈ വിധത്തിലുള്ള സബ്ജക്റ്റുകൾ മുഴുവൻ ഡീൽ ചെയ്തിട്ടുണ്ട്. മനസ്സിലായി? അപ്പൊ അതാണ് ഒരു റിപ്ലൈ. തീർച്ചയായിട്ടും. സാറ് കൗതുകമാണ് സാറിൻ്റെ കയ്യില് മഹാവതാർ ബാബാജിയുടെ ഒരു ഫോട്ടോ എപ്പോഴും ഉള്ളത്. അത് സാറിന്റെ അനുഭവത്തിൽ സാറിന് തോന്നിയിട്ടുണ്ടോ അതിനൊരു രക്ഷയായി എനിക്കൊരു പ്രൊട്ടക്ഷൻ ആയിട്ട് വന്ന എന്തെങ്കിലും അനുഭവം പ്രേക്ഷകരുമായിട്ട് ഷെയർ ചെയ്യാനായിട്ട് ഇപ്പൊ ഹിമാലയത്തിൽ തന്നെ പലപ്പോഴും പ്രൊമോഷ്യൽ ആയിട്ടുള്ള ചില മൂവ്മെന്റുകളില് കാരണം കൂടെയുള്ളവരൊക്കെ തെറ്റിപ്പിരിഞ്ഞു പോയി, ഒട്ടും കാറ്റടിച്ച് ആകെ പ്രശ്നമായി. -40-45 നിലയ്ക്കുള്ള തണുപ്പ്. ഇനി ഹൗ ടു പ്രൊസീഡ്? കാരണം ഒരു കാര്യം എടുത്തിട്ട് നമ്മൾ ഏതെങ്കിലും അഗാധമായി 5000-6000 താഴെയുള്ള കൊക്കയിലേക്ക് പോവുക. ഒരു അടി 2 അടിയോ വേണം നടക്കാനുള്ള ഇതില്ല. കൂടുതലുള്ളവരൊക്കെ ഇതുമാതിരി തെറ്റിപ്പിരിഞ്ഞു പോയി. അപ്പൊ ആ നേരത്ത് can you imagine ഒരു ലൈറ്റും തെളിച്ചുകൊണ്ട് ഒരാൾ മുമ്പിൽ നടന്ന് പോകുന്നു. അപ്പം ഒക്കെ മൂടിക്കെട്ട കാരണം നമുക്ക് ഇതൊക്കെ തുറന്ന അപ്പം മഞ്ഞ് വന്ന് മൂടും. അപ്പൊ നമുക്കതൊരു ഡയറക്ഷൻ ഉണ്ടെന്നുള്ളത് മാത്രമേ ഒരാൾ മുന്നിൽ നടക്കുന്നുണ്ടെന്നുള്ളത് മാത്രമേ അറിയുള്ളൂ. അപ്പൊ ഞങ്ങളുടെ കൂടെയുള്ള 4 പേര് വേറെ അവരല്ല. അപ്പൊ അങ്ങനെ പല രീതിയിൽ പല വിഷമഘട്ടങ്ങളിലും ഇത് കിട്ടിയിട്ടുണ്ട്. അതെ, വളരെ. പറയൂ സർ. ഈ സ്പിരിച്വൽ ഹിപ്നോതെറാപ്പി എന്ന് പറഞ്ഞിട്ടുള്ള ഒരു വിഷയമുണ്ട്. അത് യോഗയിൽ പെട്ടതാണ്, DP യോഗയിൽ പെട്ടതാണ്. ഈ ഹിപ്നോതെറാപ്പി ചെയ്ത് കഴിഞ്ഞിട്ട് നമുക്ക് ഒരാളുടെ രോഗം മാറ്റാം, പ്രൊവൈഡഡ്. അത് ക്യൂർ ആവില്ല എന്ന് ചിലപ്പോൾ അങ്ങനെ ജന്മസിദ്ധമായാലും പൂർവ്വജന്മങ്ങളിലോ എന്തിൻ്റെയൊക്കെ ഉള്ളതുകൊണ്ട് ചിലപ്പോൾ അത് മാറില്ല, അത് ഉറപ്പാണ്. അതർവൈസ് നമുക്കത് ക്യൂർ ചെയ്യാൻ പറ്റും. ഇപ്പൊ എന്നെ വിളിക്കുന്ന 100 കണക്കിന് ആൾക്കാർക്ക് ഞാൻ ഈ ക്യൂറിങ് നടത്തിയിട്ടുണ്ട്. അത് അമേസിംഗ് ആയിട്ടുള്ള രീതിയിൽ രക്ഷപ്പെട്ടിട്ടുണ്ട്. പലരും നമ്മളെ മലയാളികളുണ്ട്, ഒരുപാട് മലയാളികളുണ്ട്. പക്ഷെ എന്ന് വെച്ചിട്ട് നമ്മളത് ട്രൈ ചെയ്തിട്ട് അതേ സിസ്റ്റത്തിൽ തന്നെ നമ്മൾ ട്രൈ ചെയ്യുമ്പോൾ ചിലർക്ക് ആ തെറാപ്പി യൂസ്ഫുൾ ആവില്ല. അപ്പൊ എന്താ വെച്ചാൽ ചിട്ടകളും കാര്യങ്ങളും ഒരുപാട് അനുഷ്ഠാനങ്ങളൊക്കെ ഉണ്ട്, അതൊക്കെ ചെയ്യണമെന്ന് നമ്മൾ പറഞ്ഞു കൊടുക്കുമ്പോൾ അത് ശരിക്കും ചെയ്യില്ല, ശരിക്കും തെറ്റിക്കും. കിഡ്നി സർജറി, കിഡ്നി 100% ഡോക്ടർമാരുടെ അഭിപ്രായത്തിൽ അത് ഇനി പറ്റില്ല, കിഡ്നി ഫെയിലാണ്. അവേഴ്സ് അത് വരെ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ആ പേഷ്യൻ്റൊക്കെ എപ്പോഴും ജീവിച്ചിരിക്കുന്നുണ്ട്. കുറച്ച് ശാരീരിക അവസ്ഥകൾ ബുദ്ധിമുട്ടുകളുണ്ട്, പക്ഷേ മാനേജിങ്. അപ്പോൾ ജീസസ് ആയാലും ക്രൈസ്റ്റ് ആയാലും കൃഷ്ണനായാലും പരമശിവനായാലും എല്ലാം ഓരോ കാലഘട്ടങ്ങളിലെ ഓരോ പീരീഡില് ഇവിടെ ഉണ്ടായിരുന്നു അത്ഭുതങ്ങള് കാണിച്ചു. അപ്പൊ ഇതൊക്കെ ഡിപ്പെൻഡ് അപ്പോൺ നമ്മൾ പറഞ്ഞു വന്ന വിഷയം എന്താണെന്ന് വെച്ചാൽ യഥാർത്ഥ ക്രിയായോഗം അഭ്യസിച്ചവർക്ക് ഇതിൽ പലതും അറ്റൈൻ ചെയ്യാൻ പറ്റും. പക്ഷെ അവിടെയാണ് നമ്മളിപ്പോ ഈ ഇരുട്ടിൽ തപ്പുന്നമാതിരി വഴി തെറ്റിപ്പോകുന്നു. ആശ്രമങ്ങളിൽ പോയിട്ട് അവിടെ പണം കൊടുക്കുക, അവിടുത്തെ ഭജനയിൽ ഇരിക്കുക, അങ്ങനെയുള്ള നല്ല. അപ്പൊ അവരോ ബിൽഡിങ് മണി, എന്താ ധനം കിട്ടണ്ടെന്നുള്ളത് ചെയ്യേണ്ടതെന്നുള്ള അറിയാത്ത രീതിയിലാണ് അവരിക്കുന്നത്. നിങ്ങൾ ചെന്നോണ്ട് നിങ്ങൾക്ക് രോഗം മാറി നിങ്ങൾക്ക് ഇതാക്കിയ നിങ്ങളുടെ ജീവിതം ഇതാക്കിയ ഒന്നും നത്തിങ് ഇല്ല. ഐ എം ഡബിൾ ഷുവർ നിങ്ങൾക്ക് എന്തെങ്കിലും ഗിഫ്റ്റ് അങ്ങനെ കിട്ടിയിട്ടുണ്ടെങ്കിൽ ഇറ്റ് ഈസ് ഫ്രം ദ ഗോഡ്. ഡബിളുടെ പ്രാർത്ഥനയെന്ന് അല്ലെങ്കിൽ മറ്റേതോ കാര്യമൊന്നുമില്ല. ഇനി അങ്ങനെയുള്ള ആശ്രമങ്ങൾ ഉണ്ടെങ്കിലോ
അവിടെ പോകാൻ നമ്മുടെ ആൾക്കാർക്ക് തയ്യാറുമല്ല. ഓമല്ലൂര് തിരുവിതാംകൂറില് പ്രഭാകര സിദ്ധികളുടെ ആശ്രമമുണ്ട്. ഞാൻ ഒരിക്കലും പറഞ്ഞിട്ടുണ്ടെന്നുണ്ട് നമ്മുടെ ടോപ്പിൽ. അതായത് 1200 വർഷം അദ്ദേഹം ആൾക്കാർക്ക് ദർശനം കൊടുത്തു. തിരുവിതാംകൂർ രാജവംശത്തിന്റെ ഫോട്ടോ ആൽബം അങ്ങനൊരു ഉണ്ട്. അത് ഫോട്ടോഗ്രാഫി എന്നാണ് തുടങ്ങിയത്, അന്ന് തൊട്ടുള്ള ഫോട്ടോസുകൾ ഉണ്ട്. അന്നൊക്കെ ബ്രിട്ടീഷുകാർ വന്നിട്ട് ഫോട്ടോ എടുക്കണം, അങ്ങനെയുള്ള കാലഘട്ടം. അവിടെ പ്രവാസി യോഗികളുടെ ഒരു 10-35 വയസ്സുള്ള പ്രായത്തിലുള്ള ചിത്രമുണ്ട്. അപ്പൊ അന്നത്തെ മഹാരാജാവ് ഇതുമാതിരി ഇടിപ്പിച്ചതാണ്. അതുമാതിരി നാഗർകോവില് പോകുന്ന വഴിക്ക് ശ്രീധരസ്വാമിയുടെ ആശ്രമത്തില് ഒരുപാട് ഫോട്ടോസ്. ഇതൊക്കെ ചില മാതൃഭൂമി പത്രത്തിൽ 1930-35 വന്ന ന്യൂസുകളൊക്കെ ഈ ശ്രീധരസ്വാമിയുടെ ആശ്രമത്തിലുണ്ട്. അതില് കടലിൽ നിന്ന് ഫിഷർമാർക്ക് വലയിൽ കിട്ടിയതാണ് മേത്തൊക്കെ ചിപ്പി വന്നെന്ന് പറഞ്ഞ് ഒരു ചണ്ടി മാതിരി ഒരാളെ ഇതാണ് പരിസ്ഥിതിയൊക്കെയാണ്. നമ്മുടെ മോഹൻലാൽ എന്ന് പറഞ്ഞ ഫേമസ് നടന്റെ അമ്മാമൻ ഗോപിനാഥൻ നായര് ഈ പരിസ്ഥിതികളുടെ അടുത്ത ശിക്ഷനായിരുന്നു. ഈ മോഹൻലാലിനെ ഒരു 2-3 വയസ്സെടുത്ത് എന്തോ കുട്ടിക്ക് ഒരു പ്രശ്നം ഉണ്ടായിട്ടുണ്ട് ആ കാലത്ത്. അവിടുന്ന് തിരുവനന്തപുരത്ത് ആള് കുട്ടികൾക്ക് വന്ന് പോയി യോഗികളുടെ അടുത്ത് കൊണ്ടിരുത്തി ആളൊന്ന് തട്ടിക്കരടി തലയിലൊക്കെ കൈവച്ചിട്ടു. ഓക്കെ, ഇവൻ ഫേമസ് ആയി കൊടുന്ന് പറഞ്ഞു. ഗോപിനാഥൻ പറഞ്ഞതിനോട് വേറെ ആരുമില്ല. അപ്പൊ ഇതെന്താന്ന് വെച്ചാൽ, അപ്പൊ നിങ്ങൾ കമലൂര് ചെന്ന് നോക്കി നോക്കൂ, ഒരു പാറക്കുന്നിന്റെ മുകളില് ഒരു ചെറിയ ഷെഡ്, അതും തമിഴ്നാട്ടുകാര് ഒരു സുന്ദരപാണ്ഡ്യൻ എന്ന് പറഞ്ഞൊരു IAS തേനി കളക്ടറൊക്കെ ആയിരുന്നു. അങ്ങനെ ഉണ്ടാക്കി കൊടുക്കുന്നത്. കാരണം ശബരിമലയില് അടുത്തതിൽ വെച്ച് ഇവിടെ ഒരു 10-15 സെറ്റ് ഉണ്ട്. ഒരു നേരെ ഒരു ടൈഗർ റോർ ചെയ്ത് വന്നപ്പം ഒരു ഇടിപൊട്ടണമാതിരി നിക്കവിടെ അനങ്ങരുതാണ്. പിന്നെ കഴുകാനില്ല. ഇതിന് സാക്ഷ്യം വഹിച്ചത് 20 പേരടങ്ങുന്നൊരു സംഘമാണ്. ഒരു ഓടി തിരിച്ചോടിപ്പോ വീട് കുറച്ച് പരിക്കൊക്കെ പറ്റിയെങ്കിലും ഹീൽ ചെയ്ത് കൊടുത്തു. അപ്പൊ ഒരു വെള്ളത്ത നര മുഴുവൻ താടി നനച്ച ഒരു സന്യാസി ആണ് ഇവരെ രക്ഷിച്ചത്. എന്നിട്ട് ഇപ്പൊ ഇവര് തിരിച്ചു വരാൻ പറഞ്ഞിട്ട് നോക്കുമ്പോ ഈ ടൈഗറിന്റെ മടിയിൽ നായ്ക്കൾ കിടക്കണമായി കിടന്ന് പോരാട്ടം. ഇതിനെ കാട്ടാക്കി പറഞ്ഞു കഴിഞ്ഞതിന് ശേഷമാണ് ഇവര് ചെന്നത്. അപ്പൊ ഈ സുന്ദരപാണ്ഡ്യൻ എന്ന് പറഞ്ഞ IAS ചോദിച്ചു, എത്ര നന്ദി ഇല്ല, അന്ന് എവിടെയുള്ള ആളാണ്. അപ്പൊ നിങ്ങള് ശബരിമലയ്ക്ക് പോയി വാ, ഓമല്ലൂര് വാ, അടൂരിൽ നിന്ന് കട്ട് ചെയ്തിട്ട് അവിടുന്ന് എന്നെ ചോദിച്ചാൽ മതി. ഇവര് ഒരാഴ്ച കഴിഞ്ഞ ഓമല്ലൂർ എത്തി. ഒരു ടെമ്പോ വാടകയ്ക്ക് കിട്ടുന്നവർ പോയിരിക്കുന്നത്. അവിടെ എത്തി. അപ്പൊ ചോദിച്ചവരൊക്കെ കുറിച്ച് ഒരു 1982-92 സമാധിയായാലും ആകെ കൺഫ്യൂഷനായി. അവസാനം പറഞ്ഞ ഒരു വിചാരം പറഞ്ഞു കൊടുത്തു. ജനാർദ്ദൻ പിള്ള പറഞ്ഞ ഒരാളുടെ വീട്ടിലാണ് ലാസ്റ്റ് ഉണ്ടായിരുന്നു. അവിടെ ചെന്ന് നോക്കും, അവിടെ ഒരു ഫോട്ടോ ഉണ്ട്. ആ ഫോട്ടോയിലാണ് കണ്ടെന്ന് ചെക്ക് ചെയ്യാം. ഇവര് ഇവിടെ വന്ന് നോക്കി, യെസ് സെയിം പിള്ള. അപ്പൊ ആള് മരിച്ചു 92. പക്ഷെ ഇപ്പോഴും ഇവിടേക്ക് ഉണ്ട്. പലർക്കും അനുഭവം ഉണ്ടായിട്ടുണ്ട്, പലരെയും ബ്ലസ് ചെയ്യുന്നുണ്ട്, പലർക്കും വേണ്ടത് ചെയ്തു കൊടുക്കുന്നുണ്ട്. ഇദ്ദേഹത്തെ മനോരമയിലെ അന്നത്തെ റെസിഡന്റ് എഡിറ്റർ ഒരു ലേഖനം എഴുതിയിട്ടുണ്ട്. ഞാൻ എന്റെ ബുക്കിൽ കൊട്ടിയിട്ടുണ്ട്. 7ാമത്തെ ബുക്കില് ഒരു ലേഖനം തന്നെ എഴുതിയിട്ടുണ്ട്. അപ്പോ ഇദ്ദേഹം ദീക്ഷ കൊടുത്ത ആൾക്കാരുള്ള കേരളത്തിലുള്ളൂ. ബട്ട് അദ്ദേഹം രമ്യഹർമ്മങ്ങളോ 15 നില കെട്ടിടോ മറ്റു സാധനമൊന്നും ഉണ്ടാക്കിയില്ലോ. അങ്ങനെ എന്ത് വേണമെങ്കിൽ സാധിക്കാൻ വരുന്നു. ഇതൊക്കെ പോട്ടെ, തമിഴ്നാട്ടിലെ 18 സിദ്ധയോഗികളിൽ പെട്ട ഒരാളാണ്.
അത് വേറെ ജന്മെടുത്ത് കേരളത്തിൽ വന്നതാണ്. അപ്പൊ ഒരു തിരുവിതാംകൂർ ചരിത്രം അവിടെ പഴയുള്ള കാലത്ത് എനിക്ക് സൗകര്യം ഉണ്ടായിട്ടുണ്ട്. ആ റെക്കോർഡുകളൊക്കെ നോക്കുമ്പോ ശ്രീപരാമം സ്വാമി ക്ഷേത്രത്തിലെ ഒറ്റക്കല്ല് മണ്ഡപം എവിടുന്ന് തിരുനെൽവേലിയിൽ എവിടെയാണ് ലക്ഷണമൊക്കെ കല്ല് കണ്ടെത്തിയത്. ഇതെങ്ങനെ കൊണ്ടുവരിക? അന്നത്തെ കാലത്ത് വാഹനങ്ങളില്ല, കാളവണ്ടി മാത്രമുള്ള കാലഘട്ടമാണ്. ഇത്രയും ടണ്ണ് വലുപ്പുള്ള ഈ ഒറ്റക്കല്ല് മണ്ഡപം കണ്ടിട്ടോ നമ്മളൊക്കെ നമുക്കറിയാം. പക്ഷെ അത് 2 ദിവസം കഴിഞ്ഞപ്പോ ഉദ്യോഗികള് തന്നെ മഹാരാജാവിനെ ആണെങ്കിൽ മഹാരാജാവിനകത്തിലൊക്കെ മുമ്പോട്ട് പറഞ്ഞു, ഇങ്ങനെ ഒരു പ്രശ്നമുണ്ട്. ഈ കല്ല് ഇന്നത്തെ മാതിരി ട്രക്കോ സാധനങ്ങളോ ഒന്നുമില്ല ഇത് അന്നത്തെ നൂറ്റാണ്ടുകളിൽ. ആളുകൾ തന്നെ റേറാ. അപ്പൊ എവിടെയാ കണ്ടെത്തിയെന്ന് ചോദിച്ചു. തിരുനെൽവേലി ഇന്ന സ്ഥലത്താണ്. നോക്കട്ടെ. ഒരാഴ്ച കഴിഞ്ഞപ്പോ അർദ്ധരാത്രി കാവക്കാര് വന്ന് കൊട്ടാരത്തിൽ മുട്ടി പിടിച്ച് പറഞ്ഞു, ഒരു സന്യാസി ഒരു കല്ല് കൊടുത്തിട്ടുണ്ട് അവിടെ. ഇനി മോളിലേക്ക് കയറ്റിലൊക്കെ നിങ്ങൾ ചെയ്തോളെന്ന് പറഞ്ഞ ആള് പോയിരുന്നു. മഹാരാജാവും പരിവാരങ്ങൾ എത്തി വന്നു പറഞ്ഞാണ് ഒന്ന് കൊണ്ടുപോയിട്ടേക്കുന്നത്. എന്നിട്ട് പിന്നെ അവിടെ നിന്ന് എളുപ്പമായി. ഇവിടുന്ന് ഉരുട്ടി മുകളിലേക്ക് കൊണ്ടുവന്ന് ഈ തേക്കിന്റെ കഴയില് അങ്ങനെ കയറാൻ പറ്റി. അപ്പൊ അന്ന് ഈ വക സൗകര്യങ്ങള് ഒന്നുമില്ലാത്ത ലിഫ്റ്റോ മറ്റതോ അതോ യന്ത്രങ്ങളോ ഒന്നുമില്ലാത്ത കാലഘട്ടത്തിൽ ആ വരി തന്നെ കൊടിമരം കൊടുന്നത് നിലമ്പൂരിലാണ്. ഇതേ വരി തന്നെയാണ്. അന്നത്തെ ഒരു രാജാവ് പറഞ്ഞാൽ കൊടിമരം ലക്ഷണമൊക്കെ കൊടിമരത്തിന്റെ നിലമ്പൂരിലാണ്. ഒരു 10 ദിവസം കഴിഞ്ഞപ്പോ ഈ സാധനം ആ കുളത്തിന്റെ പാരലായിട്ട് ആ നിലത്ത് ചെത്തി ഒഴുകി എടുക്കുന്നുണ്ട്. ആ കൊടിമരം ഇപ്പൊ അവിടെ ഉള്ളത്. അപ്പൊ ഇതൊക്കെ തിരുവിതാംകൂർ രാജവംശത്തിന്റെ റെക്കോർഡുകളും കാര്യങ്ങളും നമ്മൾ നോക്കി മഹാരാജാവായിട്ട് വലിയ മഹാരാജാവായിട്ട് വർത്തമാനം പറയുമ്പോഴാണ് നമുക്കിതൊക്കെ അറിയാം. എത്ര ത്യാഗം പ്രജകൾക്ക് വേണ്ടി സഹിച്ചൊരു മഹാരാജാവായിരുന്നു എന്ന് പറയുന്നത്. ആ അദ്ദേഹം എന്നെ വിളിച്ച് എനിക്ക് രാജമന്ത്രി തന്നത്. ദ ഓൺലി പേഴ്സൺ. അപ്പൊ അതെന്താ ഇത്രയും അദ്ദേഹം മഹാപണ്ഡിതനാണ്. അപ്പൊ ഞാൻ ദേവഭൂമിയുടെ എന്നുള്ള ബുക്കിന്റെ രചനയിലായപ്പോ ഞാൻ തിരുവനന്തപുരം പോകുമ്പോൾ ഇടയ്ക്കിടയ്ക്ക് പോകും. അദ്ദേഹം ഒന്നിച്ച് പ്രാതല കഴിക്കാനും ഭക്ഷണം കഴിക്കാനും പൂജയ്ക്കൊക്കെ പങ്കെടുക്കാനൊക്കെ പോകാനുണ്ട്. അപ്പൊ പറഞ്ഞു, എനിക്കൊരു അവതാരിക. അതിനെന്താ, അത് രചന പൂർത്തിയായ കൊടുക്കുമ്പോ അദ്ദേഹം അവതാരിക എഴുതുന്നത്. അപ്പൊ നമ്മളിത് പറഞ്ഞു പറഞ്ഞതിന്റെ കാരണം എന്താണെന്ന് വെച്ചാൽ വാട്ടർ എന്ത് തരത്തിലുള്ള പൊളിറ്റിക്സോ എന്ത് തരത്തിലുള്ള അറ്റ് ലിബർട്ടി അതിനൊന്നും ഈശ്വരവിശ്വാസമായിട്ട് മിങ്കിയരുത്. മനസ്സിലായില്ല? അതായത് രാഷ്ട്രീയത്തിന്റെ വഴിക്ക് പോയിക്കോട്ടെ, അതില് തെറ്റ് ചെയ്യുന്നതിനുള്ള ശിക്ഷയൊക്കെ അവിടുന്ന് കിട്ടും, അല്ലാത്തവരെ രക്ഷിക്കും. ആ രീതിയിൽ തിരുത്താൽ മതി. പക്ഷെ ആ ഇന്ന പാർട്ടിയിൽ പെട്ട ആളാണ്, അതുകൊണ്ട് ഞാൻ എനിക്ക് ഈശ്വര വിശ്വാസമില്ല, അങ്ങനെ അത് ചെയ്യരുത്. അപ്പൊ അങ്ങനെയുള്ള കുറെ കാര്യങ്ങളാണ് നമ്മൾ പറഞ്ഞു വരുന്നത്. തീർച്ചയായിട്ടും. ഇപ്പൊ ഞാൻ അടുത്ത ചോദ്യത്തിലേക്ക് കിടക്കാം. സാർ, അതുപോലെ ഈ പുസ്തകത്തിൽ എഴുതിയിരിക്കുന്നതില് ഈ ഇതിലെ ആന്റഗണിസ്റ്റ് ആയിട്ടുള്ള സന്യാസി കബഡി കൂടാതെ തന്നെ പ്രശ്നം വയ്ക്കുന്നതും അല്ലെങ്കിൽ അങ്ങനെ ജ്യോതിഷം നോക്കുന്നതിനെ പറ്റിയിട്ടൊക്കെ സാർ എഴുതിയിട്ടുണ്ട്. അപ്പൊ അത് സാറിന്റെ സ്വന്തം അനുഭവത്തിൽ ഉണ്ടായിട്ടുള്ള ഒരു കാര്യമാണോ? ഈ കല്ലുകൾ എടുത്ത് ശരിക്കുള്ള കബഡി ഇല്ലാതെ തന്നെ നോക്കുന്ന സാറിന്റെ അനുഭവത്തിൽ നിന്ന് എഴുതിയതാണോ അത്? നമ്മുടെ നക്ഷത്രങ്ങളെ സാക്ഷിയിലെ ആ സന്യാസി കല്ല് നിലത്തുനിന്ന് പറക്കിയെടുക്കുന്നതാണ് കള്ളി വരച്ചെന്ന് ഞാൻ പറയുന്നത്. അത് ജ്യോതിഷം പഠിക്കുമ്പോ അതിനൊരു സിസ്റ്റം ഉണ്ട്. ആ സിസ്റ്റത്തില് ഇപ്പൊ സൂര്യൻ എന്ന് പറയുന്ന ചന്ദ്രൻ, ബുധൻ, അങ്ങനെ അഷ്ടദൈവങ്ങൾ, ഇതിനൊക്കെ ഓരോരോ സിമ്പിളായിട്ടാണ് അങ്ങനെ ചില കല്ലുകൾ എടുത്ത് വെക്കുന്നത്. പക്ഷെ ഇതൊന്നും കൂടാതെ തന്നെ ഈ മരത്തിലെ യോഗീശ്വരന്മാരൊക്കെ ഒരാളെ കണ്ടു കഴിഞ്ഞാൽ ആ ജാതകം അവർക്ക് ബൈഹാർട്ടാണ്. അവര് അത് നോക്കിയെടുത്ത് അവരത് ചെയ്യും. അപ്പൊ അങ്ങനെയുള്ള ഒരുപാട്
കാര്യങ്ങൾ അത്രയും സൂപ്പർ രീതിയിലായി കഴിഞ്ഞ രോഗിമാരെ കണ്ടെത്തണമെങ്കിൽ നമുക്ക് അതുമാതിരിയുള്ളൊരു സൗഭാഗ്യം ഉണ്ടാവണം. പിന്നെ ഒരുപാട് ചിട്ടകളും കാര്യങ്ങളും നമ്മൾ അനുഷ്ഠിച്ച് അത് പ്രാക്ടീസ് ചെയ്ത് ഒരു വെളിച്ചം ഒരു 3-4 മണിക്കുള്ളിൽ എഴുന്നേറ്റ് വേദ പുരാണ ഇതിഹാസങ്ങള് അങ്ങനെയുള്ള കാര്യങ്ങൾ, അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ഇതിൽ മനസ്സിലാക്കാനും സിസ്റ്റമാറ്റിക്, അല്ലാണ്ട് ഒരു സുപ്രഭാതത്തിൽ ഒരാളും ഒരു വലിയ കഴിവുള്ള ഒരാളായിട്ട് മാറില്ല. അതിന്റെ പിന്നില് ശ്രമം വേണം. അതിന് അങ്ങനെ ശ്രമിച്ച് വരുമ്പോൾ ആ ബ്ലെസ്സിങ് നമുക്കുണ്ടാവും. പിന്നെ ആ ബ്ലെസ്സിങ്ങിനെയാണ് പിന്നീട് നമ്മൾ യൂട്ടിലൈസ് ചെയ്യും, നമുക്ക് അനുകൂലമായിട്ട് വരുന്നത്. ഇപ്പൊ ഞാൻ അല്ലെങ്കിൽ ഇപ്പൊ ഞാൻ ഈ പറഞ്ഞ മാതിരി കോമേഴ്സ് ഒക്കെ PG പഠിച്ച് മലയാളം ഇപ്പൊ സെർച്ച് കഴിഞ്ഞപ്പോ മലയാളമില്ല. അപ്പൊ ഞാൻ ആ രീതിയില് ഇന്ന് എത്രയോ പ്രഗത്ഭരായ എഴുത്തുകാരുണ്ട് കേരളത്തില്, കവികള്, നോവലിസ്റ്റുകള്, ചെറുതാകത്തുകള്, എത്രയോ വലിയൊരു സമ്പത്ത് തന്നെ നമുക്കുണ്ട്. ഇതിന്റെ ഇടയിലേക്ക് ലാസ്റ്റ് ആയിട്ടെങ്കിലും ഒരാള് എന്നുള്ളത് എനിക്ക് കയറി വരാനെങ്കിൽ എനിക്ക് പറ്റിയത് ഇത്രയും സർക്കുലേഷൻ മറ്റുള്ള ഗ്രന്ഥകാരന്മാരുടെ ഇല്ല എന്നാണ് ബുക്ക് സ്റ്റാളുകളിൽ നിന്ന് കിട്ടുന്ന വിവരം. ഇപ്പൊ എന്റെ ഫസ്റ്റ് ബുക്ക് തന്നെ 33 ഇംപ്രഷൻസ് വന്നിട്ടുണ്ടത്. 34th ആവാൻ പോകണം. അതുമാതിരി ഓരോന്ന് അപ്പൊ ഇത്രയധികം റീഡബിലിറ്റി മലയാളത്തിൽ ഉണ്ടായി എന്ന് പറയുന്നത്. ഒരു കാര്യം പലരും പറഞ്ഞിട്ടുള്ളത്, ഇപ്പൊ ബുക്ക് വായിച്ചു കഴിഞ്ഞ് ഏതെങ്കിലും ഒരു ബുക്ക് വായിച്ചാൽ എന്തെങ്കിലും വിഷമോ കാര്യങ്ങളോ രോഗമോ മറ്റോ ഉണ്ടായിരുന്നു, ബുക്ക് വായിച്ചു കഴിഞ്ഞപ്പോൾ വേറെ ഒന്നും ഓക്കെ എന്നുള്ള ആ റിപ്പോർട്ടിന് ഓരോരുത്തർക്കുണ്ടെന്ന് പറഞ്ഞു. അപ്പൊ എന്തൊക്കെ പറഞ്ഞാൽ ആ വിശ്വാസം നമ്മുടെ ഉള്ളിൽ വളരുന്നത്. അപ്പൊ തന്നെ നമ്മുടെ ബ്രെയിൻ അതനുസരിച്ച് അഡ്ജസ്റ്റ്മെന്റ് ചെയ്യും. ഇല്ലേ, വല്ല അപാര അതായത് ഒരു കമ്പ്യൂട്ടറിനും കമ്പയർ ചെയ്യാൻ പറ്റാത്ത അത്രയും ഗ്രേറ്റ് ആയിട്ടുള്ള സംഭവമാണ് നമ്മുടെ ബ്രെയിൻ. 2-2.25 കിലോ തൂക്കമുള്ള ഈ ഒരു സംഭവത്തില് കോടാനുകോടി കോടി 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 ട്രില്യൺ സിനാപ്സുകളും ഗയൽ കോശങ്ങളും ഒരു വിസ്മയാണ്. അപ്പൊ ഇതിനാണ് നമ്മള് ഈ ഈശ്വരനെ വാഴ്ത്തുന്നു എന്ന് പറയുന്നതിന്റെ കാരണം. അല്ലെങ്കിൽ ഇങ്ങനൊരു ബ്രെയിൻ ഈ ഒന്നേരെ മറിച്ച് മറ്റു ജീവികളുടെ ബ്രെയിൻ നോക്കും, വളരെ ലിമിറ്റഡ് ആണ്. അവർക്ക് ഭക്ഷണം കഴിക്കാനുള്ള മാർഗം അന്വേഷിക്കാനുള്ള ബുദ്ധി, ഭക്ഷണത്തെ കണ്ട അതിനെ അറ്റാക്ക് ചെയ്ത് അതിനെ കൊണ്ട് തിന്നണ ബുദ്ധി. ഇതിൽ കൂടുതല് നാളെ എന്താ നാളത്തെ ദിവസം എന്താ, ഇതൊന്നും അവർക്കില്ലല്ലോ. നമുക്കങ്ങനെയല്ല. എത്രയോ നൂറ്റാണ്ടുകളും 1000 കണക്കിന് കഴിഞ്ഞിട്ടും നമ്മുടെ ബ്രെയിൻ പിന്നെയും ആ പ്യൂരിഫിക്കേഷൻ പ്രോസസ് ഇപ്പോഴും നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അപ്പൊ ഇത്തരത്തിലുള്ള, അപ്പൊ അതാണ് പറഞ്ഞു തന്നത്. നമ്മള് ഈശ്വരാധീനം എന്ന് പറയുന്ന ഒരു സൂപ്പർനാച്ചുറൽ പവറുണ്ട്. ഞാൻ ഒരിക്കൽ ഒരു എപ്പിസോഡ് ചെയ്ത് വന്നപ്പോ അതിൽ പലരും എന്നെ വിളിച്ചിട്ടുണ്ട്, അവര് ചെയ്യുന്നുണ്ടെന്നാണ്. അതായത് കാലത്ത് പ്രാർത്ഥനയൊക്കെ കഴിഞ്ഞ് മുകളിലോട്ട് നോക്കിയിട്ട് കൈ കൂപ്പിയിട്ട് ഒരു ഉച്ച വരണ സൂര്യനെ നോക്കിയിട്ട് ആ ബ്രഹ്മത്തിനെ വാഴ്ത്താൻ പറഞ്ഞുകൊണ്ടിരിക്കും. അതിൽ മനുഷ്യ, ജന്തു, സസ്യ, ജീവജാലങ്ങൾ, ആ ജഗത്തിന്റെ വലുപ്പം കോടാനുകോടി കോടി 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 ട്രില്യൺ 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 കിലോമീറ്റർ പറഞ്ഞാൽ എത്തില്ല. നമുക്ക് ഈ ഭൂമിയുടെ, ഇന്ത്യയുടെ അല്ലെങ്കിൽ വേൾഡിന്റെ ഒരു സ്ഥലം നമുക്കറിയുള്ളൂ. അതല്ലാതെ എത്രയോ അതാണ് കോടാനുകോടി കോടി 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 ട്രില്യൺ സ്ഥലങ്ങൾ. അവിടെയൊക്കെ വേറെ സ്ഥലങ്ങളുണ്ട്. അവിടെ നമ്മളെക്കാളും ചിലപ്പോ സംസ്കാരം പ്രാപിച്ച ജനാവാം, ഈ കഴിവുള്ളവരാവില്ല ചിലപ്പോ. അപ്പൊ അങ്ങനെയൊക്കെയുള്ള ഒരു ജഗത്തിനെ കൺട്രോൾ ചെയ്യുന്ന ഈ ശക്തിയെ
നമിക്കാൻ പറഞ്ഞില്ല. ഞാൻ ഒരിക്കൽ പറഞ്ഞു, മോളോട്ട് നോക്കി നമിക്കുന്നു നമിക്കുന്നു എന്ന് പറയുമ്പോൾ അതൊരു ഒരു ബ്രെയിനിലൊരു ഒരു 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 ചലനം ശരിക്കും ഫീൽ ചെയ്യും കുറെ കഴിഞ്ഞു. അപ്പൊ അത്തരത്തിലുള്ള കുറെ കാര്യങ്ങളുണ്ട്. അപ്പൊ അതാ ഞാൻ പറഞ്ഞു വന്നത്, ഭക്തി എന്ന് പറയുമ്പോ വെറും അത് നമ്മുടെ ഈ നോവലിൽ ഞാൻ പറഞ്ഞിട്ടുണ്ട്, ജയകൃഷ്ണൻ കല്യാണക്കുട്ടിക്ക് പറഞ്ഞു കൊടുക്കുന്നുണ്ട്, ഉറപ്പുള്ളൊരു ഫൗണ്ടേഷനിലെ ഒരു ബഹുനില കെട്ടിടം നിൽക്കുള്ളൂ, അല്ലെങ്കിൽ അത് ഇടിഞ്ഞു പൊളിഞ്ഞു വീഴുന്നത്. അപ്പോ അതനുസരിച്ച് നമ്മള് ആധ്യാത്മികത എനിക്ക് വരണമെങ്കിൽ ഉറച്ച ഒരു അടിത്തറ ഉണ്ടാക്കിയിരുന്നു. നമ്മളെ കാരണന്മാരൊക്കെ അത് സർട്ടൻ എക്സ്റ്റെന്റ് ചെയ്തിരുന്നു. നമ്മളെയൊക്കെ നേരത്തെ എണീച്ച് കുളി കഴിഞ്ഞ് നാമതെല്ലാം പറഞ്ഞ് സ്കൂളൊക്കെ ആയി. അപ്പൊ അങ്ങനെ ഒരു ഒരുക്കം ഒരു ഇപ്പോ വിശേഷ ഒക്കേഷനുകള്, ഇപ്പൊ വിഷു, ഓണം, അതൊക്കെ നമ്മൾ ആഘോഷിക്കുന്നു. അപ്പൊ അങ്ങനെ ഒരു സ്പിരിച്വൽ സെറ്റപ്പ് നമ്മളിൽ ഉണ്ടാക്കിയെടുക്കാൻ അവരാൽ കഴിയുന്ന വിധം ശ്രമിക്കുന്നുണ്ട്. അപ്പൊ അതല്ലാത്ത രീതിയിൽ ഇതിനെ വളർത്തി വലുതാക്കാനാണ് ഞാൻ ഈ നേരത്തെ പറഞ്ഞ കാര്യങ്ങൾക്ക് ശ്രദ്ധ കൊടുക്കണം. ഒരാളെ പർപ്പസ്ഫുള്ളി ദ്രോഹിക്കാൻ നടക്കുക, അല്ലെങ്കിൽ കുറ്റം പറയാം, അല്ലെങ്കിൽ ആവശ്യമില്ല, അതൊക്കെ നമുക്ക് ഒഴിവാക്കാവുന്നതേ ഉള്ളൂ. അത് ആ ഒരു ലെവലിലേക്ക് നമ്മൾ വരുമ്പോൾ ഒരു പ്യൂരിഫിക്കേഷൻ നമ്മളിൽ ഉണ്ടാവും. ഇതുകൊണ്ടാണ് ഞാൻ ആദ്യം തുടക്കത്തിൽ പറഞ്ഞത്, അഗ്നൈശ്വരാണാം നാഹി ജാതുവിഗ്രം സമാധിത പ്രഭോഗവന്തി. മാറ്റം നമ്മൾ നാച്ചുറലായിട്ട് വരും. ഇത് നമ്മുടെ എല്ലാ ഓർഗൻസും അങ്ങനെയാണ്. തീർച്ചയായിട്ടും അതിന് വേണ്ട എനർജി അതിന് നമ്മള് സ്പിരിച്വൽ ലെവലിൽ കൊടുക്കുമ്പോൾ പ്ലസ് സാറിന് ഈ മുമ്പ് പറഞ്ഞ ഈ നമ്മളിപ്പം വളരെ ശക്തിമാന്മാരായ യോഗിമാര്, സാറിന് മുമ്പ് സംസാരിച്ചതില് ഈ ജാതകമൊന്നും ഇല്ലാതെ തന്നെ പ്രവചിക്കുന്ന യോഗിമാരെ നേരിട്ട് പരിചയപ്പെട്ട അല്ലെങ്കിൽ കണ്ടുമുട്ടിയ ഒരു അനുഭവം പറയാമോ പ്രേക്ഷകരോട്? അങ്ങനത്തെ നിരവധി പേരെ ഞാൻ കണ്ടിട്ടുണ്ട്. വലിയ ചെറുതാടി മുടിയൊന്നും വളർത്താതെ തന്നെ ഫിസിക്സിന്റെ, ക്വാണ്ടം ഫിസിക്സിന്റെ അങ്ങനെ അറ്റം വരെ അറിയാവുന്ന രീതിയിലുള്ള അഘോരി സന്യാസിമാരെ കയ്യിൽപ്പെട്ടത്. ഞാൻ എന്റെ ബുക്കില് അഘോരി സന്യാസിയായിട്ടുള്ള ഞാൻ നിരവധി തവണ ഒരു അഘോരി സന്യാസിയെ കിട്ടാൻ ട്രൈ ചെയ്തുകൊണ്ടിരിക്കും. അപ്പൊ എപ്പോ കാശിയിൽ പോകുമ്പോഴും അല്ലെങ്കിൽ മറ്റു സ്ഥലങ്ങളിൽ പോകുമ്പോഴും ഞാൻ എന്റെ രീതിയിൽ, എനിക്കറിയാവുന്ന രീതിയിലുള്ള അന്വേഷണങ്ങൾ നടത്തി. പക്ഷെ അങ്ങനെ ഇരിക്കുമ്പോഴാണ് അപ്പൊ എപ്പോഴെങ്കിലും എനിക്ക് കാണും അങ്ങനെ ഒരു തുള്ളിൽ ഉണ്ടായിരുന്നില്ല. അപ്പൊ ഓരോ ഹിമാലയാത്ര കഴിഞ്ഞ് വരുമ്പോഴും ഞാൻ കാശിക്ക് വരും. 2-3 ദിവസം താമസിച്ച് പിന്നെ വീണ്ടും ഉണ്ടെങ്കിൽ വിശേഷന്റെ കാശിക്ക് വരും. കാശി ഈസ് എ ഡിവൈൻ പ്ലേസ്. ഏത് അവിടെ ചെന്ന് നോക്കി അറിയാം. വിവിധ മതക്കാര്, ബാക്കിയുള്ള മതക്കാര് വരെ കാശിയില് വിശ്വാസം അർപ്പിക്കുന്നവരാണ്. ക്രിസ്ത്യാനിറ്റിയുടെ, ഹിന്ദുസായിട്ട്. അപ്പൊ അങ്ങനെ ഒരു ദിവസം ഞാൻ വെറുതെ അവിടെ ഹനുമാൻഘട്ടില് ആൽത്തറമി പുള്ളിയൊക്കെ കഴിഞ്ഞ് വെറുതെ റിലാക്സ് ചെയ്ത് ഇരിക്കുമ്പോഴാണ് വന്നത്. അപ്പൊ ആ അടുത്ത് വരുന്നതോറും എനിക്ക് ആ എനർജി ലെവല് മനസ്സിലാക്കാൻ ഞാൻ പെട്ടെന്ന് എഴുന്നേറ്റ് താഴെ ഇറങ്ങി നമസ്കരിച്ചു. അപ്പൊ അപ്പോഴാണ് എന്നോട് പറഞ്ഞത്, നീ തെരഞ്ഞെടുപ്പിക്കുന്ന ഒരു അഘോറിയാണ്. Tomorrow by morning by 9 o'clock I shall become. Please wait. പറഞ്ഞാൽ പോയി. എങ്ങോട്ടാ പോണെന്നുള്ളത് അങ്ങനെ മറയുന്നത് വരെ നോക്കി. അപ്പൊ ആ മണികർണിക ഹരിശ്ചന്ദ്ര ഘട്ടിലൊക്കെ അവിടെ കുറെ ഗല്ലികളുണ്ട്. സൈക്കിള് പോകാൻ തന്നെ ബുദ്ധിമുട്ടാണ്. അങ്ങനത്തെ ഗല്ലികൾ, ആ ഗല്ലി മുഴുവൻ അരച്ചു കുറിച്ച് നടന്നേ.
എവിടെയാ കണ്ടുമുട്ടുക, എങ്ങനെയാ കണ്ടുമുട്ടുക അറിയില്ലല്ലോ. ആ നിലയ്ക്ക് അങ്ങനെയാണ് പിറ്റേ ദിവസം കാലത്ത് പറഞ്ഞ മാതിരി തന്നെ വരുന്നു. ഇതുമാതിരി സഞ്ചരിച്ച് ഈ പശുക്കള് മൃഗങ്ങളൊക്കെ നേട്ടം എത്തുന്ന ഒരു സ്ഥലമാണ്. അവിടെ ഒരു റൂമിന്റെ സ്പേഷ്യസ് ആയിട്ടൊരു റൂം, സ്ത്രീകളുണ്ട്, പുരുഷന്മാരുണ്ട്. അങ്ങനെയാണ് അവരുടെ ഗുരുവിനെ അങ്ങനെ ഒരു റൂം വെച്ച് കണ്ടത്. അപ്പൊ എനിക്ക് ഈ അഘോറികളുടെ ശാസ്ത്രം എഴുതണം എന്നൊരു ആഗ്രഹം ഉണ്ടായിരുന്നു ഏതെങ്കിലും ബുക്കില്. അപ്പൊ അത് ഈ ഇവരുടെ പെർമിഷൻ ഇല്ലാതെ എഴുതുന്നത് ശരിയല്ല. അങ്ങനെയാണ് ആ ഗുരുവാണ് എനിക്ക് അതിന്റെ പെർമിഷൻ. ചിലതൊക്കെ അവിടെ വെട്ടികളാണ്. സ്ക്രിപ്റ്റ് എഴുതിയെടുത്ത് കഴിഞ്ഞിട്ട് അങ്ങനെ കാണിച്ചതിന് ശേഷം മാത്രമേ അത് DTPയിലേക്ക് പോകാൻ പാടുള്ളൂ എന്ന് പറഞ്ഞിട്ടുണ്ടാവും തുടക്കത്തിലാണ്. ഞാൻ ഇന്റർവ്യൂ കഴിഞ്ഞൊരു 10-40 പേജോളം ഉണ്ടായിരുന്നു ആ ഇന്റർവ്യൂ. അത് ടീച്ച് ആൻഡ് എവരി ആൾ മറച്ചു നോക്കി കഴിഞ്ഞ് ചിലതൊക്കെ ഡിലീറ്റ് ചെയ്തു. എന്നിട്ടുള്ള ആ രൂപമാണ് ആ ബുക്കില് കൊടുത്തത്. അപ്പോ ഇതൊക്കെ വിസ്മയകരമായ രീതിയിലുള്ള സംഭവങ്ങൾ കാശിയിൽ നടന്നിട്ടുണ്ട്. കാശി ഈസ് എ വണ്ടർഫുൾ പ്ലേസ്. ഇൻ ഫാക്ട് ഈ അംബാനി ഗ്രൂപ്പുകാരുടെ വഴക്കൊക്കെ ഞാനൊക്കെ പറഞ്ഞിട്ടുണ്ടാവില്ല, എവിടെയോ പറഞ്ഞിട്ടുണ്ടായത് അവസാനിപ്പിച്ചത് കാശിയിൽ വെച്ചിട്ടാണ്. അപ്പൊ ഈ പുനർജന്മം കിട്ടാതെ പോയ ആത്മാവാണെങ്കിൽ അവര് ശരിയാക്കി. പുനർജന്മം കിട്ടി പോയി കഴിഞ്ഞാൽ പിന്നോ അപ്പൊ ഈ സീനിയർ അംബാനിക്ക് പുനർജന്മം കിട്ടിയിട്ടുണ്ടാവില്ല. ചേട്ടൻ അനിയനും തമ്മിലുള്ള വഴക്കെന്ന് ഒട്ടും ശത്രുവേലായിരുന്നു. 2 കൂട്ടരും മതോലോകക്കാരെ ഏർപ്പെടുത്തി അന്യോന്യം മതിക്കാൻ. പക്ഷെ ഒന്നും നടന്നില്ല, അങ്ങനെ പോയി. അങ്ങനെ ഇവരൊരു അങ്കിളാണ് കാശിയിലെ അക്കോറിമാര് വരുമ്പോ നമുക്ക് സോൾവ് ചെയ്യാൻ പറ്റും എന്ന്. അങ്ങനെ അതിന് വേണ്ടി വെയിറ്റ് ചെയ്ത് തുടങ്ങിയുള്ള സംവിധാനങ്ങൾ കാശിയിൽ നിരവധി ഒരു ഫ്ലാറ്റ് മാതിരി 1 റൂം ഫ്ലാറ്റുകൾ സ്പേഷ്യസ് ആയിട്ടുള്ളത് വെറുതെ എടുത്തിട്ടിരിക്കുകയാണ് ഈ ജ്യോതിഷന്മാർക്ക് വേണ്ടിയിട്ടുണ്ടാവും. ഒരുപാട് മറ്റേ റിലയൻസുകാരുണ്ട്, ഒരുപാട് ആൾക്കാരുണ്ട്. അപ്പൊ ഇതിലൊക്കെ അപ്പോഴേക്കും വർഷത്തിൽ ഒരിക്കലൊക്കെ ചിലപ്പോൾ കുറച്ച് യോഗികൾ വരുമ്പോ അല്ലെങ്കിൽ അടുത്ത കുട്ടിയൊരു കെയർ ടേക്കർ ഉണ്ട്. അവിടെ ഭക്ഷണം സംവിധാനം, ബാങ്കിങ് അക്കൗണ്ട് ഒക്കെ ഉണ്ട്. ഭക്ഷണം വരുമ്പോ അവർക്ക് വെച്ചുണ്ടാക്കി കൊടുക്കാനുള്ള സംവിധാനമുണ്ട്. അപ്പൊ ഇങ്ങനെയൊക്കെ ഉള്ള ഒരു സ്ഥലത്ത് വെച്ചിട്ട് ആ യോഗി പറഞ്ഞു, ധീരുഭായി അംബാനി പുനർജന്മം കിട്ടി പോയിട്ടുണ്ടെങ്കിൽ പറ്റുന്നോ അത് കാര്യമില്ല. അപ്പൊ അത് നോക്കണം ആദ്യം. അങ്ങനെ നോക്കി ഈ ചേട്ടനെ അങ്ങോട്ടും കണ്ടിടും നോക്കില്ല അവര്. അങ്ങോട്ടും അധോലോകക്കാരെ ഏർപ്പെടുത്തിക്കുന്നത് അവധിക്കാൻ ഇവരുടെ അമ്മയാണ് അതിന്റെ ഇടയിൽ സ്ട്രഗിൾ ചെയ്യുന്നത്. അങ്ങനെ ഇരുന്ന് എന്താ ഈ ആത്മാവിനെ വരുത്തിയത്. അപ്പൊ വരേണ്ട സമയമായി പറഞ്ഞു, ലിസൺ, നിങ്ങളുടെ അച്ഛന്റെ സൗണ്ടിൽ തന്നെയല്ലേ സംസാരിക്കുന്നത് എന്നുള്ളത് നിങ്ങൾ എല്ലാം സൈലന്റ് ആയി. അങ്ങനെ സൗണ്ട് അവിടെ വന്നു. അപ്പൊ ഇതെന്താന്ന് വെച്ചാൽ ഈ ഒരു മകന് സ്വത്ത് കുറവായി പോയി, മറ്റൊരാൾക്ക് കൂടുതലായി പോയി എന്നുള്ളതാണ് അതിന്റെ വിഷയം. അപ്പൊ ഈ അംബാനി പറഞ്ഞത് അമ്പരപ്പിക്കുന്ന രഹസ്യമാണ്. ഇത് ഒരു 5-8 വർഷമായിട്ടത്. അംബാനി മരിച്ചിട്ട് 2 കൊല്ലം കഴിഞ്ഞതിന് ശേഷം വായിക്കണത്. ഇതില് മൂത്തോനെ ഇങ്ങനെ കൊടുത്തും താഴെ ഇങ്ങനെ വെച്ചതും ഈ സ്ഥലങ്ങളിൽ ഡെവലപ്പ് ചെയ്യാൻ പോണതാണ്. പോരാന്ന് പറഞ്ഞ ആൾക്ക് കിട്ടിയത് ചതുപ്പ് ഡംപ് സ്ഥലങ്ങളാണ് അതിൽ ഭൂരിഭാഗം. പക്ഷെ അത് ഡെവലപ്പ് ചെയ്യാൻ പോണ സ്ഥലം, അത് ഡെവലപ്പ് ചെയ്യുമ്പോ മറ്റവനെക്കാളും ഒരു 10 ഇരട്ടി കൂടുതലാവും. അങ്ങനെ അതുകൊണ്ട് നിങ്ങൾ തൃപ്തിപ്പെടാം. ആ സ്ഥലം ഡെവലപ്പ് ചെയ്യുന്ന സമയമാണ് പറഞ്ഞത്. പറഞ്ഞ മാതിരി ഇവരൊക്കെ തിരിച്ച് നാട്ടിൽ വന്നു. പക്ഷെ കൊടും ശത്രുത തുടർന്നുകൊണ്ടിരുന്നു. ബട്ട് സർപ്രൈസിംഗിലാണ് കേന്ദ്ര ഗവൺമെന്റിന്റെ ഒരു പ്രോജക്ട് ഡിക്ലെയർ ചെയ്തത്. ന്യൂ ബോംബെയിലെ അപ്പുറത്ത് ഒരു പുതിയ ഇന്റർനാഷണൽ എയർപോർട്ട് വരും. അത് പൻവേൽ
അങ്ങനെയുള്ള ഏരിയസ് കടന്ന് അവിടെ കുറെ ഇപ്പൊ നമ്മൾ ട്രെയിനിൽ പോകുമ്പോൾ കാണാം ദമ്പായിട്ട് കിടക്കുന്ന ഈ ചളി കെട്ടി കിടക്കുന്ന സ്ഥലത്ത്. ഈ സ്ഥലത്തിന് ആണ് ഇപ്പൊ ബോംബെയിലത്തെ പുതിയ എയർപോർട്ട് വരാൻ പോണത്. അതോട് ആ ഡിക്ലറേഷനാണ് വന്നതോടുകൂടി ആ സ്ഥലം ആകെ ഈ ചേരികളും മറ്റേതും മറിച്ച് അവരൊക്കെ സ്ഥലം താമസിച്ചിരുന്ന സ്ഥലങ്ങളാണത്. ഇപ്പൊ അതിന്റെ പണിയുടെ സർവേ കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് പണിയാൻ തുടങ്ങാനായിട്ട്. അപ്പൊ അങ്ങനെ വരുമ്പോ ബോംബെ ഇപ്പോഴത്തെ ഇന്റർനാഷണൽ എയർപോർട്ട് കൺജസ്റ്റഡ് ആണ്. അപ്പൊ അത് പുതിയതായിട്ട് വരുമ്പോ അപ്പൊ അതിന് മുഴുവനും ഏരിയയിലേക്കാണ് എല്ലാം ബോംബെ വരാനുണ്ട്. അപ്പൊ ഈ താഴെ മകന്റെ സ്വത്തും മറ്റവനേക്കാൾ ഒരു 1000 ഇരട്ടി കൂടി. അപ്പൊ ഇതൊക്കെ നമ്മുടെ കൺമുമ്പിൽ നടക്കുന്ന സംഭവങ്ങളാണ്. ഇതൊക്കെ എല്ലാം അന്ധവിശ്വാസമെന്ന് പറഞ്ഞിട്ട് ഒറ്റവാക്കില് തള്ളിക്കളയാൻ കുറെ മിടുക്കന്മാരുണ്ടാവും. ബട്ട് വെൻ കമ്മിങ് ടു ദ റിയാലിറ്റി, എല്ലാവർക്കും അവരവരുടെ ലൈഫില് എന്തെങ്കിലും സ്ഥലവും കാര്യങ്ങളൊക്കെ എപ്പോഴും വരും, വന്നേക്കാം. അപ്പം ഇതിന്ന് രക്ഷ നേടണമെങ്കിൽ ഈ സൂപ്പർ നാച്ചുറൽ പവറിനെ ആശ്രയിക്കുക. നമ്മുടെ ബ്രെയിനെ നമ്മൾ തന്നെ ബൂസ്റ്റ് ചെയ്യാം. ഒന്നും അമ്പലത്തിലൊന്നും പോയില്ലെങ്കിൽ ഒരു കുഴപ്പമില്ല, അങ്ങനെ വീട്ടിൽ തന്നെ ചെയ്യാവുന്നുള്ളൂ. പിന്നെ വായിച്ചല്ലാതെ അറിവുണ്ടാവില്ല. ഓരോന്നും അറിയപ്പെടാത്ത നമ്മള് ഇപ്പൊ ജനിച്ചു, പഠിച്ചു, ഉദ്യോഗം നേടി, കല്യാണം അങ്ങനെയാണ്ട് അവസാനിക്കേണ്ടതല്ല ഈ ചെയ്തത്. ഞാൻ കാശിയിലെ ശ്മശാനത്തിലെ 24 മണിക്കൂർ ഇരുന്ന് കഴിച്ചിട്ട് ഒരു ചരിത്രം പറഞ്ഞിട്ടുണ്ട്. ഇതിനെനിക്ക് പ്രചോദനം തോന്നുന്നത് ആദ്യ കൈലാസ യാത്ര കഴിഞ്ഞ് തിരിച്ചു വരുമ്പോ ഞാനും എൻ്റെ പുറത്തും ഒറ്റപ്പെട്ടു പോയി. കാരണം എൻ്റെ കാലിൽ അത് പൊട്ടി നീര് വന്നു, ചില വരുന്ന അവസ്ഥയിലായി. ഇനി ഒരു അടി നടക്കാൻ പറ്റില്ല എന്നുള്ള അവസ്ഥയില് ചിലപ്പോ ഷൂ ഒക്കെ ഒരു കൈ പിടിച്ചിരിക്കുകയാണ്. ആദ്യ രഹസ്യയാത്ര വെച്ചത് അറിയാം. അങ്ങനെ പിന്നെ നോക്കുമ്പോ ഞങ്ങൾ രണ്ടാളും മാത്രമായി. ഭയങ്കര മഴ. അപ്പൊ എന്തായാലും അടുത്ത ക്യാമ്പിൽ എത്തില്ല, ഞാൻ പറ്റില്ല. അപ്പോഴാണ് ഒരു വഴിപോക്കൻ പറഞ്ഞത്, ഒരിടത്തിൽ കൂടിയിട്ടില്ല. വഴിപോക്കനല്ല, ഒരാട്ടിടയാണ്. ഒരിടത്തിൽ കൂട്ടിയിട്ട് അതിൽ രാത്രി തങ്ങാം. എന്നിട്ട് അയാളുടെ കയ്യിലൊരു അട്ടിടയനാണ്. തോൾ സഞ്ചിന്ന് ഒരു 3 ഉരുളൻകിഴങ്ങും 2 ഉള്ളി ഒരു ഉണ്ട ആട്ടി നമ്മൾ ഞങ്ങൾക്ക് ഒരു സാധനം ഞങ്ങളുടെ കയ്യിലില്ല. കുറച്ച് ബിസ്ക്കറ്റ് മാത്രമേ ബാക്കിയുള്ളൂ. ഈ വെളിച്ചവരെ സ്ട്രഗ്ലിംഗ് ആണ്, നടന്ന് അവശരായി. ഈ കാലിന്റെ പൊട്ടി ഒഴുകിയാക്കത് നഖമൊക്കെ ഇളകി കഴിഞ്ഞിട്ട് ഈ സമയത്താണ് ഇത് കിട്ടുന്നത്. അങ്ങനെ ഞാനും രാജുവും കൂടിയിട്ട്, രാജു എന്ന് പറഞ്ഞാൽ വോട്ടർ, ആ രാജുക്ക് ഇപ്പോ കോടീശ്വരനായി രാജു. ഏറ്റവും സന്തോഷമുള്ളത് അവനൊരു തരി മണ്ണ് പോലും അവന് തന്നിട്ടുണ്ടായിരുന്നില്ല എന്റെ കൂടെ വോട്ടറായിട്ട് വരുമ്പോൾ. അവന്റെ അച്ഛൻ മാൽപ്പ ദുരന്തത്തില് മരിച്ചു പോയതാ. അവനെ പഠിപ്പിച്ച് ഉണ്ടാക്കി, പഞ്ചായത്ത് ലൈസൻസ് ലഭിച്ചു, കോൺട്രാക്ട് വർക്ക് കൊടുത്തു. ഒരു മലയാളി ഒരു ഓഫീസർ. ഏതെങ്കിലും ഫോണില് ഇദ്ദേഹം ഈ ടോക്ക് കേൾക്കാൻ എന്തെങ്കിലും ഇടവരണമെങ്കിൽ പ്ലീസ്, അത്രയും പ്ലീസ്. കാരണം അന്നേരം എന്റെ ബുക്ക് കണ്ടിട്ടാണ്. അപ്പൊ അവന്റെ കയ്യിൽ എപ്പോഴും ഈ ആദികൈലാസ യാത്ര ഉണ്ടാകുന്നുണ്ട്. അപ്പോ നിനക്ക് എന്താ കോളേജ്, നിനക്ക് പഞ്ചായത്തിന്റെ വർക്ക് കിട്ടാനുള്ള, അപ്പൊ അതിന് 15,000 രൂപയാണെന്ന് പറഞ്ഞിട്ട് എന്നെ വിളിച്ചു. ഞാൻ പറഞ്ഞ വെച്ചു കൊടുത്തു ലൈസൻസ് കിട്ടാൻ. പക്ഷെ ആരല്ലേ എന്ത് ലൈസൻസ് വെച്ചാൽ ഈ പുഴയിൽ നിന്ന് മണല് കോരുക, പഞ്ചായത്തിന്റെ വർക്കിന്, അങ്ങനെ ചെറിയ വർക്കുകളൊക്കെ നമുക്ക്. പക്ഷെ ഈ ആർമി ഓഫീസിൽ അയാളൊരു കമ്മീഷന്റെ ഓഫീസറായിരുന്നു മലയാളി. ഏതോ സ്ഥലത്ത് അജ്ഞാതനായിട്ടുണ്ടാവും ആള്. അപ്പൊ ഇവന്റെ പുസ്തകത്ത് കാണിച്ചു കൊടുത്തു, അതിലെന്റെ ഫോട്ടോ ഉണ്ട്. അപ്പൊ അയാൾ പറഞ്ഞു, ഞാൻ അത് വായിച്ചിട്ട് തരാം നാളെ. അയാൾ കൊണ്ടുപോയി 2 ദിവസം വായിച്ചു കൊടുത്തു. ഇവനൊരു കോൺട്രാക്ട് കിട്ടി. ഇടയിൽ ഒന്നുമില്ല, കുതിര പോയി
ഓവർ കഴുകുകയോ സെറ്റപ്പുകളോ പണിക്കാരുകളോ ആയുധങ്ങളോ യാതൊന്നും ഇല്ലാതെ അയാൾ ആ കോൺട്രാക്ട് കൊടുക്കുക. ഇന്ന് താർത്തില സിറ്റിയിലെ ഒരു 7 നില ഉള്ള കെട്ടിടത്തിന്റെ ഉടമസ്ഥനാണ്. അവന്റെ കീഴിൽ 1000-400 പണിക്കാരുണ്ട്. എല്ലാതരം മെഷീനറി സാധനങ്ങളുണ്ട്. മറ്റേ കൺസ്ട്രക്ഷൻ വർക്കിന് വേണ്ട സകല സാധനങ്ങളും എൻ്റെ ഉണ്ട്. ഇപ്പോഴിടയ്ക്ക് വിളിക്കും. ഇപ്പൊ അവിടുത്തെ BJP യഥാർത്ഥത്തിലത്തെ BJPയുടെ വൈസ് പ്രസിഡന്റ് രാഷ്ട്രീയമുണ്ട്. അപ്പൊ ഞാൻ പറഞ്ഞു തന്നത് വെച്ചാൽ ഈ ഒരു ഒക്കേഷനിൽ അങ്ങനെ ഒരു മലയാളി ഒരു കാര്യം ചെയ്തു കൊടുത്തു. അതുകൊണ്ട് എന്തുണ്ടായി, അവനും അവന്റെ സമൂഹവും അവന്റെ ചുറ്റോട്ടത്തുള്ള മുഴുവൻ രക്ഷപ്പെട്ടു. അതിന്റെ ഫ്രണ്ട്സിംഗ് എന്ന് പറഞ്ഞ ഒരാട്ടിനെ ഞാൻ സഹായിച്ചിട്ടുണ്ട്. ഒക്കെ അവരൊക്കെ രക്ഷപ്പെട്ടു. ഇതിന് ഏറ്റവും രസം എന്ന് വെച്ചാൽ ഇതിനു വേണ്ടിയിട്ട് ഹുമയൂൺ ഏരിയയിലത്തെ ടൂറിസം വകുപ്പ് ഒരു ഗസ്റ്റ് ഹൗസിൽ, അവരുടെ പഞ്ചനക്ഷത്ര ഗസ്റ്റ് ഹൗസിൽ ഒരു യോഗം നടത്തി. എന്നിട്ട് അവരെ ഈ പയ്യനെ ആദരിച്ചു. അതിന് ഞാനായിരുന്നു മുഖ്യത്. അപ്പൊ ഞാൻ ഇതൊക്കെ പറഞ്ഞു വന്നത് സാറിന്റെ കാല് വയ്യാതെ ഗുഹയിലേക്ക് പോകുന്ന ഭാഗമാണ് സാർ പറഞ്ഞത്. അത് കംപ്ലീറ്റ് ചെയ്തിട്ടില്ല. സാറ് കാലില് പൊട്ടിയൊലിച്ച് ഒരു ആട്ടടയൻ ഉരുളക്കിഴങ്ങെല്ലാം തന്ന് ഒരു ഗുഹയുണ്ടെന്ന് പറഞ്ഞു. അവിടെയാണ് നമ്മൾ നിർത്തിയത്. അങ്ങനെ മഴ കോരി ശരിയാണ്. പക്ഷെ ഗുഹ കംഫർട്ടബിൾ ആണ്. അതിൽ കൂടി ഞങ്ങള് ഈ ഉരുളക്കിഴങ്ങും ഒരു 3 ഉരുളക്കിഴങ്ങും ഒരു സവോളയും ഈ ആട്ട പാറയുടെ മുകളിൽ വെച്ചിട്ട് പരത്തിയിട്ട് അന്ന് രാത്രി കിടന്ന വഴിക്ക് ഉറങ്ങി. കാരണം അത്രയും ക്ഷീണമുണ്ട്. പക്ഷെ 2:30 മണിക്ക് കഴിയുമ്പോ എനിക്ക് യൂറിൻ പാസ് ചെയ്യണമെന്നൊരു തോന്നലുണ്ടായി. അങ്ങനെ ടോർച്ചൊക്കെ എടുത്ത് മഴ നിന്നിട്ട് പുറത്തേക്ക് വന്നു. നമ്മളിങ്ങനെ നീന്തി ഇഴഞ്ഞ് കയറണം പുറത്തേക്ക്. ഇറങ്ങാനെങ്ങനെ അപ്പൊ കുന്തി നദി ഇങ്ങനെ അല്ലാതെ കുടിച്ചത് ഒഴുകുന്നുണ്ട്. അപ്പൊ ഇതിന്റെ കരയില് മൂത്രമൊഴിക്കാൻ കഴിയില്ല എന്നിട്ട് ഞാനൊരു ഇച്ചിരി കുറ്റിക്കാടന്മാരുള്ള സ്ഥലത്തേക്ക് നടന്നു. അപ്പൊ അവിടെ കുറച്ച് ഏരിയ പുല്ലൊക്കെ ചെത്തി ക്ലീനാക്കി ഇങ്ങനെ എടുക്കുന്നുണ്ട്. എന്നിട്ടൊരു മൺകൂനമാക്കി ഒരു സ്ഥലത്ത് യൂറിൻ പാസ് ചെയ്തു. പാസ് ചെയ്ത് കഴിഞ്ഞപ്പോഴാണ് ഞാൻ നോക്കിയത് അതിന്റെ അപ്പുറത്തൊക്കെ ചീത്ത. അത് ശ്മശാനമാണത്. അതിലോട്ട് 3 ചെതകളൊക്കെ അങ്ങേറ്റത്ത് കിടന്ന് എരിയുന്നുണ്ട്. അപ്പോഴാണ് എനിക്ക് പശ്ചാത്തലം ഉണ്ടായിരുന്നത്. ഞാൻ അടുത്ത് വന്ന് അതിന്റെ പാത്രത്തിൽ വെള്ളം എടുത്ത് കുന്തി നദിയിൽ നിന്ന് വെള്ളം എടുത്ത് അവിടെ കൊടുന്ന് വൃത്തിയാക്കി അങ്ങനെ മടങ്ങിപ്പോയി. ഗുഹയിൽ ചെന്നു. പിറ്റേ ദിവസം കാലത്ത് എഴുന്നേറ്റ് ഞങ്ങള്, പക്ഷെ ലക്കിലി പിറ്റേ ദിവസം കാലത്ത് എഴുന്നേറ്റും എൻ്റെ കാലിന്റെ ബുദ്ധിമുട്ട് ഒരുപാട് കുറഞ്ഞിട്ടുണ്ടായിരുന്നു. അങ്ങനെ ബേസ് ക്യാമ്പിലെത്തി. അവിടുന്ന് ഒരു മലയാളി ഫാർമസിസ്റ്റാണ് എല്ലാവർക്കും കാലൊക്കെ ഡ്രസ് ചെയ്ത് റെഡിയാക്കി. അങ്ങനെയാണ് ഞങ്ങൾ ലാസ്റ്റ് തിരിച്ചു പോരുന്നത്. അപ്പൊ അന്ന് ഞാൻ തീരുമാനിച്ചു മടക്കം കാശിയിൽ കൊള്ളാം. കാരണം ഈ ശ്മശാനത്തിൽ ഞാൻ യൂറിൻ പാസ് ചെയ്യാൻ വേണ്ടി നിന്നത്. അപ്പൊ അങ്ങനെ ഒരു തോന്നൽ എനിക്കുണ്ടായി. അങ്ങനെ കാശിയിൽ വന്നു. ചിലൊന്ന് റൂമൊക്കെ എടുത്തതൊക്കെ ആയിട്ട് ഞാൻ കാലത്ത് കുളി കഴിഞ്ഞ് നേരെ ശ്മശാനത്തിൽ ഹരിശ്ചന്ദ്ര കെട്ട്. എൻ്റെ കയ്യിൽ ഒരു തുളമ്പുണ്ട്, കുടിവെള്ളമുണ്ട്, ബിസ്ക്കറ്റ് പാക്കറ്റ് ഉണ്ട്, ഒരു വടി. അങ്ങനെ ഇരുന്ന് ഓരോ മിനിറ്റിലും ബോഡി കൊണ്ടുവരും. അത് കുട്ടികളുടെ, വലിയവരുടെ, പ്രായമായവരുടെ, ബഗേഴ്സിന്റെ, അങ്ങനെ വന്നുകൊണ്ടിരിക്കുന്നു. ഒരു അറ്റ് എ ടൈം 15, 20, 30 ചതയാണ് കത്തിക്കൊണ്ടിരിക്കുന്നത്. ഞാൻ മനസ്സിലാക്കി. കാരണം ഒരു പറച്ചിലുണ്ട്. അതായത് കാശിയിലൊക്കെ പകുതി വന്നാൽ അങ്ങനെ അതിടുന്നത് മലമുകളിൽ ദൂരെയുള്ള 10-100
300-400 കിലോമീറ്റർ അകലെയുള്ള മലമുകളിൽ നിന്ന് സ്ലിപ്പായി വീണിട്ടോ എന്തെങ്കിലും തരത്തിൽ നദിയിൽ വീണിട്ട് വരുന്നതാണത്. ഞാനത് ഗഹനായിട്ട് അന്വേഷിച്ചു. അമ്മരി കളിക്കുന്ന കുട്ടികൾ വഴി തെറ്റി വീണ് അതെങ്കിൽ അവിടെ സമുദ്രന്മാരിന്ന് അവിടെ ആ ഏരിയ അറ്റം കാണാൻ ബുദ്ധിമുട്ടാ. അല്ലാണ്ട് ഒരിക്കലും ഒരു അനാനാ ശ്മശാനൊക്കെ അവകാരനോട് ഞാൻ പ്രത്യേകമായിട്ട് ചോദിച്ചിട്ടുണ്ട്. ഒരിക്കലും ചെയ്യില്ല. അത് ഞങ്ങള് ഒരു സത്യം ഉണ്ട്, മരിച്ച ഒരാളെ ഇവിടെ തേപ്പിക്കും. ആ ദൗത്യം ചെയ്യാതെ അത് വലിച്ചെടുത്തിട്ട് എനിക്ക് എന്ത് കിട്ടാനാ? അങ്ങനെ നേരം കഴിഞ്ഞ് കുറെ ഉച്ചയൊക്കെ കഴിഞ്ഞപ്പോ ഈ ശ്മശാനത്തിന്റെ ഉടമ ഒരു ലേഡിയാണ്, ഒരു സന്യാസി. ഇവര് എന്നെ നോട്ട് ചെയ്തു. ഒരാൾക്കാരും പറഞ്ഞിട്ടുണ്ട് ഒരു നമുക്ക് അവിടെ വന്നിരിക്കേണ്ട കാലത്ത് വന്നിരുന്നതാണ്. ഒരു 3 മണി 4 മണി വരെ അവിടെ ഇരിക്കുന്നുണ്ട്. എന്തായാലും ചെയ്യണമെന്ന് അറിയുന്നില്ല. ആരോടൊക്കെ വർത്താനം പറയുന്നുണ്ട്. അങ്ങനെ ന്യൂസ് കിട്ടിയവർക്ക്. ഇത് 2 അവരുടെ കാവക്കാര് ഈ കുന്തം ഇതൊക്കെയുള്ള ആരോഗ്യമില്ലാത്ത എഴുന്നേറ്റു എടുത്തു ചെന്നു. അപ്പൊ അവരവിടെ മുകളില് ഒരു തപസ്സിന്റെ രൂപത്തിൽ ഇരിക്കുന്ന ഇതിന്റെ മുകളിൽ തന്നെ ഒരു വീട്. അപ്പൊ ആദ്യമൊന്നും ആ ഇരിപ്പൊന്നും അനങ്ങിയില്ല. ഞാൻ മുമ്പിലൊന്നും ഞാനിരിക്കാൻ പോയില്ല. കുറച്ച് നേരം കണ്ണു പോകും. കണ്ണൊക്കെ അങ്ങനെ ചോര നിറ. ഇത് നീ എന്താ സ്ഥാനത്തിൽ ചെയ്യണേ? കേട്ടടുത്തെത്തുന്നത് ഒന്നുമില്ല. വെറുതെ ഒരാൾ വന്ന് ശ്മശാനത്തിലിരിക്കും. നീ ജാസൂസ് ആണോ? ജാസൂസ് എന്ന് പറഞ്ഞാൽ CID. അപ്പൊ ഇതിൽ ഈ ബോഡി കാശിയിൽ വരുന്നതിലൊക്കെ പലതും കൊലപാതക കേസുകളൊക്കെ ഉണ്ട്. അവനിക്കുണ്ട്. കുത്തിക്കൊന്നു, പോലീസൊക്കെ പറഞ്ഞതിന് മുമ്പ് തന്നെ ബോഡി കൊണ്ട് കാശിക്ക് പോയി അങ്ങനെ അത് നടക്കുന്നുണ്ട്. അപ്പൊ അതാണ് അവര് നീ ജാസൂസ് ആണോ? ഞാനൊരു റൈറ്ററാണ്. അപ്പൊ എന്തുകൊണ്ടാണ് നീ ഇവിടെ വന്നിരിക്കുന്നത്? എന്താ കാരണം? ഞാൻ പറഞ്ഞു ഇങ്ങനെ ഒരു സംഭവം ഉണ്ടായി. ഞാൻ യാത്ര കഴിഞ്ഞ് തിരിച്ചു വരും. ഞാൻ ആ ശ്മശാനത്തിൽ മൂത്രമൊഴിച്ചു എന്നുള്ളൊരു ഖേദം തോന്നി. ഞാനത് വെള്ളമൊഴിച്ച് ഇതാക്കി. പിന്നെ എനിക്ക് തോന്നി കാശിയിൽ വന്ന് ശ്മശാനത്തിൽ ഇരുന്ന് കുറെ ബോഡികള് സംസാരിക്കുന്നത് കണ്ട് തിരിച്ചു പോകണം. ഇതിനെനിക്ക് പ്രചോദനം തന്നത് ധർമ്മപുത്രരുടെ യക്ഷയുധിഷ്ഠിര സംവിധാനമെന്ന് പറഞ്ഞു. അപ്പൊ മാതാജിയെ അത് കേട്ടിട്ടുണ്ടെന്ന്. അപ്പൊ അവര് കേട്ടിട്ടില്ല. അപ്പൊ ഞാനത് പുറത്തെടുത്തു. അഹന്യാഹനി ഭൂതാനി ഗച്ഛന്തീലയം ശേഷാസ്ഥാവരം ചന്തി കിംമാശ്ചര്യമിതപദം. അതിന് തർജ്ജമയുണ്ട് മലയാളത്തിൽ. ആൾത്തോറും ജീവജാലങ്ങൾ കാലനോർക്കുഗമിക്കുമേ. അപ്പൊ അതായത് എന്നൊന്നും വരുന്ന നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പൊ ഈ ശേഷാസ്ഥാവരം ഇച്ഛന്തി. അപ്പൊ നമ്മളൊരു ദിവസം പോകാനുള്ളവരൊന്നും നമ്മൾ ആലോചിക്കുന്നില്ല. അതിൽ ഏറ്റവും വലിയ വിസ്മയത. അപ്പൊ മരിച്ചൊരാൾ മരിച്ചു അവര് വീട്ടിൽ പോയി അനുശോചനം പറഞ്ഞു പോന്നു. ഇതെങ്കിലും നമുക്കും കഴിയുന്നില്ല, നമ്മളപ്പോ ആലോചിക്കുന്നില്ല. അപ്പൊ അതാണ് ധർമ്മപുത്രരുടെ യക്ഷയുധിഷ്ഠിര സംവാദം ഉണ്ടായിരുന്നു. ദ മോസ്റ്റ് ഇന്റലക്ച്വൽ ക്വസ്റ്റ്യനെയർ ഇൻ ദ വേൾഡ് ഈ യക്ഷയുധിഷ്ഠിര സംവാദം. നമ്മുടെയൊക്കെ ജനറേഷൻ അത് പഠിച്ചിരിക്കുന്നതാണ്. അതില് കണക്കുണ്ട്, സയൻസ് ഉണ്ട്, ശാസ്ത്രമുണ്ട്, സാഹിത്യമുണ്ട്, എല്ലാ സംവിധാനങ്ങളും ഇതിലുണ്ട്. ഞാൻ കുറെ കൊടുത്തിട്ടുണ്ട് അറിയലാസ് യാത്രയിൽ. അപ്പൊ അതിൽ ഈ ഒരു യക്ഷൻ വേഷം മാറി വന്നിട്ട് ധർമ്മപുത്രരോട് ചോദിക്കുന്നു, അഹന്യാഹനി ഭൂതാനി ചന്ദികയമാലയം ശേഷാസ്ഥാവരം ചന്തി കിംമാശ്ചര്യം പരം. ഇതാണ് അതിന്റെ മറുപടി എന്ന് ധർമ്മപുത്രർ പറഞ്ഞിട്ടുണ്ട്. നാളെ നമുക്ക് എന്താണ് ആ ഗതി എന്നുള്ളത് നമ്മൾ അറിയുന്നില്ല. എന്തൊക്കെ മണിമാളിൽ ഉണ്ടാക്കി, മറ്റുണ്ടാക്കി, സ്വർണ്ണം ഉണ്ടാക്കി, അതുണ്ടാക്കി, എല്ലാം നേടി അല്ലേ. 5 മിനിറ്റ് പോലും ഗ്യാരണ്ടി ഇല്ല നമ്മുടെ മൈൻഡിന്, നമ്മുടെ ആത്മാവിന്. ഇതുകൊണ്ടാണ് ഞാനൊരു എപ്പിസോഡിൽ നിങ്ങളോട് പറഞ്ഞു തന്നു,
കാലത്ത് കൂടി കഴിഞ്ഞ് ആ റൈസിങ് സണ്ണിനെ നോക്കിയിട്ട് കോടാനും കോടി 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 ട്രില്യൺ കിലോമീറ്റർ അകലെ അനന്തമായി കിടക്കുന്ന ഈ ജഗത്തിന്റെ അധിപനായി വാണരുന്ന ഓ മഹാശക്തിയെ നമിക്കുന്നു നമിക്കുന്നു നമിക്കുന്നു. ഒരു 3 പ്രാവശ്യമില്ല. അതെന്റെ സൂര്യൻ നോക്കും. അപ്പൊ എന്താണ് നമ്മുടെ മൈൻഡ് റിഫ്രഷ് മനസ്സിലായില്ലേ? ആ ചീത്ത ഇതൊക്കെ ഭഗവത്ഗീതയിൽ പറഞ്ഞ മാതിരി അദ്വേഷ്ട സർവഭൂതാനാം മിത്ര കരുണ ഏവാച്ച നിർമ്മമോ നിരഹങ്കാര സമദുഃഖ സുഖക്ഷമി സമശത്രൗച്ച മിത്രേച്ച തഥാമാനാപമാനയോ ശീതോഷ്ണ സുഖദുഃഖേഷു സമസംഗ വിവർജിത. ഈ പോർഷനിൽ ഒന്ന് വായിച്ചു നോക്കാം ഭഗവത്ഗീതയിൽ. അദ്വേഷ്ട സർവഭൂതാനാം മൈത്ര കരുണ ഏവച്ച, എല്ലാ ജീവജാലങ്ങളോടും മനുഷ്യ ജന്തു സസ്യ ജീവജാലങ്ങളോടും സ്നേഹമായി. അദ്വേഷ്ട സർവഭൂതാനാം, കൃമി തൊട്ട് കീടങ്ങൾ പറയുന്നത് മനസ്സിലായോ? അത് മനുഷ്യൻ ജീവിതത്തിൽ പ്രാവർത്തികമാക്കേണ്ട പല സംഭവങ്ങളിൽപ്പെട്ട ഒരുപാട് കാര്യങ്ങളുണ്ട്. അപ്പൊ മാതാജിയോട് ഞാൻ ഈ റിപ്ലൈ പറഞ്ഞപ്പോ മാതാജി വാസ് വെരി മച്ച് പ്ലീസ്. അപ്പോഴേക്കും അവരുടെ ഏറ്റവും വലിയ ഇഷ്ടപ്പെട്ട പലഹാരം ജിലേബി ഹലുവ. അത് പോന്നു. ചായ അവരെന്നെ ഉണ്ടാക്കി. എന്നിട്ട് ഇത് അവരുടെ ഗ്രീവൻസസ് എന്റെ മുമ്പില് സമർപ്പിച്ചു. അതായത് ഇതൊക്കെ ഇലക്ട്രിഫൈഡ് ക്രിമറ്റോറിയം ആക്കാൻ പോകണം കാശി ഗവൺമെന്റ്. അങ്ങനെ ഞാൻ പറഞ്ഞു അങ്ങനെ ആയിക്കോട്ടെ, അതിന് മതചന്ദ്രൻ പിടിക്കുന്ന കോഴി വരുമ്പോ മേഷനിൽ വെക്കുന്നവരും കൂടി നിങ്ങളുടെ കസ്റ്റഡിയിലില്ല. നിങ്ങളുടെ ആചാരങ്ങളൊക്കെ അവിടെ നടക്കും. ബാക്കി അവർ കത്തിച്ചുകളെ ഇതാക്കി എന്താണെങ്കിൽ അവരെല്ലാം ഞാൻ അങ്ങനെയാ പറഞ്ഞു കൊടുക്കും. അപ്പൊ പറഞ്ഞ അതിന്റെ വിഷമം എന്ന് വെച്ചാൽ ഒരു 19 പണിക്കാരുണ്ട് ഈ ചെതയ്ക്ക്. 24 മണിക്കൂറും ഓപ്പണാണ് ചെത. അപ്പൊ അതിന് ഷിഫ്റ്റാണ്. അപ്പൊ ഇവർക്കൊക്കെ ജോലിയില്ലാണ്ടാവും. നമ്മള് കുത്തിച്ചാൽ പറ്റും. അവർക്ക് എന്തെങ്കിലും പറ്റാവുന്നവരെ ഹെൽപ്പ് ചെയ്യാനുള്ള മാറ്റം ചെയ്യാം. നമുക്ക് നിങ്ങളുടെ ശ്മശാനത്തിൽ ഈ സംഭവം നടന്നു. പക്ഷെ അവര് പറഞ്ഞൊരു സംഭവത്തിൽ എനിക്ക് അനുകൂലമുണ്ട്. കാരണം എപ്പോഴും അഗ്നിക്ക് കൊടുക്കുകയാണ് വേണ്ടത്. ഏറ്റവും പഞ്ചഭൂതങ്ങളിൽ വെച്ച് ഏറ്റവും പവർഫുൾ അഗ്നിയാണ്. അഗ്നിയിൽ നിന്ന് തന്നെയാണ് നമ്മളുണ്ടാവുന്നത്. നമ്മുടെ ബീജം ഒക്കെ അഗ്നി തന്നെയാണ്. ഇലക്ട്രോൺ, ന്യൂട്രോൺ, പ്രോട്ടോൺ ഇതൊക്കെ അഗ്നി തന്നെയാണ്. അതിന്നാണ് ഈ സെമൻ ഉണ്ടാവുന്നത്, അതിന്നാണ് പ്രജകൾ ഉണ്ടാവുന്നത്. അപ്പൊ അതിനെ ലാസ്റ്റ് ആയിരിക്കും തന്നെ കൊടുക്കുക എന്നുള്ളതാണ് ഈ തിയറി. അഗ്നിക്ക് തന്നെ കൊടുക്കുക എന്നുള്ളത്. പക്ഷെ കാലഘട്ടം മാറുന്നതിനനുസരിച്ച് മാറ്റങ്ങൾ അനിവാര്യമാണ്. നമ്മളതനുസരിച്ച് അഡ്ജസ്റ്റഡ് ആവണം. എന്തായാലും എനിക്കൊരു രുദ്രാക്ഷം ഗിഫ്റ്റ് ആയിട്ട്. അപ്പൊ അങ്ങനെയൊക്കെയുള്ള അനുഭവങ്ങൾ കുറെ ആണ് ജീവിതത്തിലെ ഓരോന്നും ഓരോ സ്ഥലത്ത് ചെല്ലുമ്പോഴും. നിങ്ങളിപ്പോ ഇന്നാളിപ്പോ 2 ആഴ്ച മുമ്പാണ് ഉത്തരകാശിയില് ഒരു ഗ്രാമം മുഴുവൻ പോയി നോക്കി. ഇതാ പെർട്ടിക്കുലർ ഗ്രാമത്തിൽ ഞാനൊരു 3-4 പ്രാവശ്യം താമസിച്ചു. അതായത് ഒരു വാഹനം ചെല്ലുന്നവരെയുള്ളൊരു അവിടെ കാർ വർക്ക് ചെയ്തിട്ട് പിന്നെ നമ്മൾ 2-3 കിലോമീറ്റർ കുത്തനെ വളഞ്ഞ് പുളിഞ്ഞ് താഴോട്ട് ഇറങ്ങണം. ഈ ലഗേജൊക്കെ കൈ വെച്ച് അവിടെ ചെല്ലുമ്പോൾ അവിടെ ഈ ഗീർഗംഗാ നദിയിലെ 5-8 വഞ്ചിക്കാരുണ്ട്. അവര് കാത്തുണ്ട്. അതിലൊരു വഞ്ചിയിൽ കയറുക. ഈ വഞ്ചി തുഴഞ്ഞു കൊണ്ടുപോയിട്ട് ആ ഹോട്ടലിന്റെ മുമ്പില് കൊണ്ടു നിർത്തും. അവിടുന്ന് ചവിട്ടുകൂട്ടി കയറി ഹോട്ടലിലേക്ക്. അപ്പൊ റൂമിന് 4-5 നിലയിലൊരു ബിൽഡിങ്ങിലാണ് ഞാൻ അന്ന് താമസിച്ചത്. ഞാൻ അന്ന് രാത്രി ഞാൻ ആലോചിച്ചു, ഇതുമാതിരി അലറി കുതിച്ച് വരുന്ന നദി എന്തെങ്കിലും ഒരു ശക്തി കൊണ്ടല്ലേ നിലനിർത്താം. ആ ഗ്രാമണ് അന്ന് കാലത്ത് ഈ ദിവസം വന്നപ്പോൾ തന്നെ എന്റെ
സഹായി വിളിച്ചു, ഗോവിന്ദൻ വിളിച്ചു എന്നെ. ഞാൻ പറഞ്ഞു നമ്മളന്ന് താമസിച്ച സ്ഥലങ്ങളാണ്, അതൊന്നും ഉണ്ടായില്ല, അങ്ങനെ ആശ്വസിക്കുക. അപ്പൊ അങ്ങനെയുള്ള ഒരുപാട് ഹിമാലയൻ അനുഭവങ്ങളും കാര്യങ്ങളും തീർച്ചയായിട്ടും. ആണ്. എന്തായാലും നമുക്ക് ഇന്നത്തെ ഈ ഒരു എപ്പിസോഡ് നമുക്ക് ഇവിടെ വൈൻഡപ്പ് ചെയ്യാം. ഓക്കെ. വളരെ വളരെ രസകരമായ പല കാര്യങ്ങളും ഇന്നത്തെ എപ്പിസോഡിൽ സംസാരിച്ചിട്ടുണ്ട്. ഞാൻ ഇതിന്റെ കുറച്ചുകൂടി ചോദ്യങ്ങളൂടെ എഴുതി വെച്ചിട്ടുണ്ട് ബുക്ക് ചെയ്യുന്നുള്ളത്. അത് നമുക്ക് വരുന്ന എപ്പിസോഡിൽ കുറച്ചുകൂടി കാര്യമായിട്ട് ഡിസ്കസ് ചെയ്യാം. ഓക്കെ. വളരെ നമസ്കാരം സർ. നമസ്കാരം.